നമസ്കാരം. സുഭിക്ഷ കേരളത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് പന്തളം ഫാമേഴ്സ് ട്രെയിനിങ് സെന്റർ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കൃഷി പാഠശാലയുടെ 61ാമത്തെ ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. പഴവർഗ്ഗങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വാഴ, ചക്ക, മാങ്ങ എന്നിങ്ങനെയായിരുന്നു കാലങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അതിരപ്പുളി, ലോങ്കൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അവോക്കാഡോ എന്ന് കേൾക്കുമ്പോൾ സുപരിചിതമായിട്ടാണ് നമ്മൾക്കിപ്പം കാണുന്നത്. ഉഷ്ണമേഖല ഫലവർഗ്ഗങ്ങളായ ഈ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, മധുരപ്പുൾ, ലോങ്കാൻ എന്നിവ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രചാരത്തിൽ വന്നിരിക്കുന്നു. അതിൻ്റെ കൃഷിയെ പറ്റിയുള്ള സംശയങ്ങളും അതിൻ്റെ പരിചരണ മുറകളെ പറ്റിയൊക്കെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉഷ്ണമേഖല ഫലവർഗ്ഗങ്ങളായ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, മധുരപ്പുളി, ലോങ്കാൻ ഇവയെ പറ്റി നമ്മൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിനായിട്ട് തീരുമാനിച്ചതും അതിനായിട്ട് പത്തനംതിട്ട KVKയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ റിൻസി എബ്രഹാമിനെ ഈ ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മാഡം. ഞാൻ പറയുന്ന കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ നന്ദി ഞാൻ FTCയെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം വിജയകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കടക്കാമല്ലോ അല്ലേ? ഞാൻ എൻ്റെ പ്രസന്റേഷൻ ഓൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ICR KVK പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ ടാബ് കാണാൻ സാധിക്കും. അതിലായിരിക്കണം നിങ്ങൾക്ക് എൻ്റെ പ്രസന്റേഷൻ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പരിശീലന പരിപാടിയുടെ ടോപ്പിക്കായിട്ട് എനിക്ക് തന്നിരിക്കുന്നത് കേരളത്തിന് അനുയോജ്യമായ ഫലവർഗ്ഗങ്ങളുടെ കൃഷി രീതികൾ എന്നുള്ളതാണ്. നാം ഫലവർഗ്ഗങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നാം സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് നമ്മുടെ പരമ്പരാഗതമായ ഫലവർഗ്ഗങ്ങളായിട്ടുള്ള ചക്ക, മാങ്ങ, അല്ലെങ്കിൽ ആഞ്ഞിക്ക, ഇങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഫലവർഗ്ഗങ്ങളെ പറ്റിയാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ഇത് കൂടാതെ തന്നെ ഇന്ന് നമ്മുടെ പ്രദേശത്ത് പലതരം പുതിയ, അല്ലെങ്കിൽ നമ്മൾ വിദേശ ഇനങ്ങൾ എന്നൊക്കെ പറയുന്ന ധാരാളം പുതിയ പഴവർഗ്ഗങ്ങൾ പലരും കൃഷി ചെയ്യുന്നതായിട്ടും നമ്മുടെ പുരയിടങ്ങളില് നാം ഒരു ഹോബി ഗ്രോയിങ് രീതിയിൽ നമ്മൾ 1-2 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ക്ലാസിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. നാം ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നാം ഈ ഫലവർഗ്ഗ കൃഷിയിൽ നമ്മുടെ ഒരു സ്ഥാനം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായി. ഭാരതം എടുത്തു കഴിഞ്ഞാൽ നാം ആദ്യകാലങ്ങളിൽ പ്രധാനമായും, അതായത് നാം സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യം പ്രധാനമായും നാം ഊന്നൽ നൽകിയത് ധാന്യങ്ങളുടെ കൃഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള നെല്ല്, ഗോതമ്പ്, ചോളം ഇങ്ങനെയുള്ള ധാന്യവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ പട്ടിണി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന് മുമ്പിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെയാണ് നാം പുതിയ ഹരിത വിപ്ലവമൊക്കെ നാം കൊണ്ടുവന്നു. പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിള ഇനങ്ങൾ നമ്മുടെ കൃഷി ചെയ്തു. അങ്ങനെ നാം സ്വയം പര്യാപ്തമായി കഴിഞ്ഞതിന് ശേഷമാണ് നാം ഹോർട്ടിക്കൾച്ചർ മേഖലയിലേക്ക് ഗവൺമെന്റ് താല്പര്യം കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ 2005 നോക്കിക്കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ടോട്ടൽ ഫ്രൂട്ട്സിന്റെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുടെ ഉത്പാദനം എന്ന് പറയുന്നത് 50.9 മില്യൺ ടൺസ് ആയിരുന്നു 2004-05. എന്നാൽ 2017-18 നോക്കുകയാണെങ്കിൽ നാം ഇന്ന് 97.4 മില്യൺ ടൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് നാം വളർന്നിട്ടുണ്ട്.
ലോകമെടുക്കുകയാണെങ്കിൽ ഇന്ന് നാം ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രൂട്ട് പ്രൊഡ്യൂസറാണ്. ലോക വിപണിയിൽ നാം ഇന്ന് രണ്ടാമത്തെ ഏറ്റവും വലിയ പഴ ഉൽപാദന രാജ്യമായി മാറിയിരിക്കുന്നു. ചില വിളകൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ വാഴപ്പഴമോ അല്ലെങ്കിൽ മാങ്ങായോ എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഭാരതമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏറിയ കൃഷി ചെയ്യുന്ന രണ്ട് ഫലവർഗ്ഗങ്ങളാണ്. അതുപോലെ തന്നെ മാവും, അതുപോലെ നാരകം, അതുപോലെ തന്നെ വാഴപ്പഴം എന്നിവയൊക്കെ തന്നെ നാം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വിളകളുമാണ്. അപ്പൊ ഇന്ന് നാം ഈ ഫലവർഗ്ഗ കൃഷിയിൽ വളരെയധികം വളർന്നിരിക്കുന്നു എന്നുള്ളത്, ഒരു രാജ്യമെന്ന രീതിയിൽ വളരെയധികം വളർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നാം കാണാൻ സാധിക്കും, പ്രധാനപ്പെട്ട പഴ അല്ലെങ്കിൽ ഫലവർഗ ഉൽപാദക സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആന്ധ്ര റീജിയൻ, തെലങ്കാന റീജിയൻ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണ് ഏറ്റവും മേജറായിട്ടുള്ള പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. കേരളം ഒന്നും ഇതിനകത്ത് എങ്ങും തന്നെ ഈ ഒരു ഗ്രാഫിൽ, ഇത് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ NSBയുടെ ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിലൊന്നും കേരളം ഒക്കെ അതേഴ്സ് എന്ന് പറയുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം കൂടെ കൂടുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആ ഒരു ഭാഗത്തിലാണ് കേരളം. അല്ലാതെ ഈ ഗ്രാഫിലൊന്നും നമുക്കൊരു പ്രത്യേകമായ ഒരു ഐഡന്റിറ്റി നമുക്കില്ല എന്ന് പറയുന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതില് നമ്മുടെ സാധ്യതകൾ എന്താണ്? നാം തിരിച്ചറിയാത്ത ധാരാളം സാധ്യതകൾ എന്നാൽ ഈ ഫലവർഗ ഉൽപാദന മേഖലയിൽ കേരളത്തിനുണ്ട്. ഈ സാധ്യതകൾ നാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രാഫിൽ നമുക്കും ഒരിടം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത വസ്തുതയാണ്. എന്താണ് ഫലവർഗ്ഗങ്ങളുടെ പ്രത്യേകത? നാം നോക്കിയാൽ അറിയാം, നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് നാം ലഭിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്. അതായത് കാർബോഹൈഡ്രേറ്റ്, അന്നജം ലഭിക്കേണ്ടതായിട്ടുണ്ട്, പ്രോട്ടീനുകൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്, വൈറ്റമിനുകളും മിനറലുകളും ലഭിക്കേണ്ടതായിട്ടുണ്ട്, കൊഴുപ്പ് ലഭിക്കേണ്ടതായിട്ടുണ്ട്, വെള്ളം ലഭിക്കേണ്ടതായിട്ട്. ഇതാണ് പ്രധാനമായിട്ടും ഒരു ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന കാരണങ്ങൾ. ഇതിലെ പോഷക അംശങ്ങളെ പറ്റി നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇതില് പഴങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബൗൾ ഫങ്ഷൻസ്, നമ്മുടെ അന്നനാളത്തിന്റെ ഒക്കെ പ്രവർത്തനം ഏറ്റവും നന്നായി നടക്കുവാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യയോഗ്യമായ നാരുകളുടെ ഏറ്റവും നല്ലൊരു സ്രോതസ്സാണ് നമ്മുടെ പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നാം ഒക്കെ വൈറ്റമിനുകളെ പറ്റിയും മിനറൽസ് എന്നൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ബയോഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്ന കളറുകൾ ഉള്ള, അതായത് പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിരിക്കുന്ന കളറുകളെയാണ് നാം ബയോഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആന്റി ഓക്സിഡൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഇത്തരം കളറുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ പഴങ്ങളിലും പച്ചക്കറികളിലുമാണ്. നമുക്ക് പഴങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വിവിധ കളറുകളിലുള്ള പഴങ്ങൾ നമുക്ക് ലഭ്യമാകാം. ഒരുപക്ഷെ കറുപ്പ് മുതൽ വെളുപ്പ് വരെയുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് ലഭ്യമാണ് എന്ന് പറയുന്നത് യാതൊരു അതിശോക്തിയും. കൂടാതെ തന്നെ നമുക്ക് നല്ല വിറ്റാമിൻ മിനറൽസ്, മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ്, ഇതൊക്കെ തന്നെ ഈ പഴങ്ങളിൽ കൂടെ നമുക്ക് ലഭ്യമാകും. പ്രധാനമായിട്ടും പൊട്ടാസ്യം, വിറ്റാമിൻ സി, അതുപോലെ ഫോളിക് ആസിഡ്, ഇതൊക്കെ തന്നെ നല്ല കലവറകളാണ്, അല്ലെങ്കിൽ നല്ല സോഴ്സുകളാണ് നമ്മുടെ പഴങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ നല്ല പെട്ടെന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു എനർജി, ഇൻസ്റ്റന്റ് ഒരു എനർജി ലഭിക്കുവാൻ പഴവർഗ്ഗങ്ങൾ സഹായിക്കും. മറ്റുള്ള ഭക്ഷ്യ വസ്തുക്കളെ അപേക്ഷിച്ച് നമുക്ക് മനുഷ്യശരീരത്തിന് അധികം അല്ലെങ്കിൽ ഹാനികരം ഉണ്ടാക്കുന്നതായിട്ടുള്ള കൊഴുപ്പുകൾ, അതുപോലെ തന്നെ സോഡിയം, അതുപോലെ കലോറീസ്, ഇതൊക്കെ തന്നെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് പഴവർഗ്ഗങ്ങളിൽ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം ഒരു പഴങ്ങളിലും ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് എനർജി നൽകുന്ന നല്ലൊരു ഭക്ഷണ വസ്തുവാണ് പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായി. ഉദാഹരണം, നമ്മൾ ചക്ക എടുത്തു കഴിഞ്ഞാൽ, ചക്ക എന്ന് പറയുന്നതാണല്ലോ ഇന്നത്തെ നമ്മുടെ പ്രധാന ഒരു താരം. കാരണം പൊതുകാലത്ത് നാം പൂർണ്ണമായും പാഴാക്കി കളഞ്ഞുകൊണ്ടിരുന്ന ഒരു കേരളത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ഒരു ഫലവർഗ്ഗം, അത് പല കാരണങ്ങളാൽ നമ്മുടെ നാട്ടിൽ പാഴായി പോയിക്കൊണ്ടിരിക്കുന്നു. ആ ചക്ക എടുത്തു കഴിഞ്ഞാൽ ചക്കയുടെ വിവിധ സ്ഥലങ്ങളും വിവിധ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ തന്നെ പല കാര്യങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് ഇന്ന് ക്ലെയിം ചെയ്യപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, ആത്മാവ് കുറയ്ക്കാൻ സഹായിക്കും, എല്ലുകളെ സ്ട്രോങ് ആക്കാൻ, ശക്തിപ്പെടുത്താൻ സഹായിക്കും, ഒരു ഹെൽത്തി തൈറോയിഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക, അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഒഴിവാക്കാൻ സഹായിക്കുക, ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുക, ക്യാൻസറിനെ തടയാൻ സഹായിക്കുക. ഇങ്ങനെ ധാരാളം ക്ലെയിംസ് ഇന്ന് ഫലവർഗ്ഗങ്ങളുടെ ഗുണങ്ങളെ പറ്റിയും ചക്കയെ പറ്റിയും ഒക്കെ ഇന്ന് പറയുന്നുണ്ട്. നമ്മൾ ആദ്യകാലങ്ങളിൽ പ്രധാനമായിട്ടും
ധാന്യങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിലും ഇന്ന് നമ്മളുടെ വരുമാന സ്രോതസ്സുകൾ ബെറ്റർ ആയപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്റർ ആയപ്പോൾ നാം കൂടുതൽ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വാഴപ്പഴ ഉൽപാദന അല്ലെങ്കിൽ ബനാന പ്രൊഡ്യൂസിംഗ് രാജ്യമാണ് ഇന്ത്യ എങ്കിലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഴങ്ങൾ അല്ലെങ്കിൽ ബനാന അല്ലെങ്കിൽ വാഴപ്പഴം ആഹരിക്കുന്ന വ്യക്തികളും നമ്മുടെ രാജ്യം തന്നെയാണ്. അതായത് നാം ഇന്ന് നമ്മുടെ ഫലവർഗ്ഗങ്ങളുടെ ഉപയോഗവും ഉൽപാദനവും ഒരുപോലെ മുമ്പോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു വസ്തുതയാണ്. നാം ഇന്ന് ഫലവർഗ്ഗ കൃഷിയെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ ആയിരിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് നാം ഈ കൃഷി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. നമ്മുടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ലോകം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 തരം കാലാവസ്ഥാ ഘടകങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേറ്റ് സോൺസ് അല്ലെങ്കിൽ തണുപ്പുള്ള ഏരിയ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രധാനമായിട്ടും സ്നോഫോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഐസ് വീഴുന്ന സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥലങ്ങൾ നമ്മുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കാശ്മീർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവിടെ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണുള്ളത് എന്ന് പറയും. അതായത് വർഷത്തിന്റെ ഒരു സമയത്ത് അവിടെ പൂർണ്ണമായും ഐസിനാൽ ചുറ്റപ്പെട്ടതായിരിക്കും, മഞ്ഞ് വീണിട്ടിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഫലവർഗ്ഗങ്ങളിൽ അവയ്ക്ക് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അവ നല്ല രീതിയിൽ ഉൽപാദനം തരികയുള്ളൂ, അല്ലെങ്കിൽ അവരുടെ വളർച്ചയും അവരുടെ എല്ലാ ജൈവ പ്രക്രിയകളും, ഉദാഹരണമായിട്ടും വളർന്ന് പൂവിട്ട് കായ്ച്ച് ചെയ്യുന്ന എല്ലാ ജീവൽ പ്രക്രിയകളും നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രത്യേക കാലാവസ്ഥ അവയ്ക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു തരം കാലാവസ്ഥ എന്ന് പറയുന്നതാണ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയും. ഉദാഹരണം നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വർഷത്തിന്റെ ഒരു സമയത്ത് നല്ല ചൂട് വരും, അതുപോലെ മറ്റൊരു സമയത്ത് നല്ല തണുപ്പ് വരും. അപ്പൊ ചൂടും തണുപ്പും, എന്നാൽ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഐസ് വീഴ്ചയിലേക്ക് അത് മാറാറില്ല, അല്ലെങ്കിൽ സ്നോഫോളിലേക്ക് മാറാറില്ല. പക്ഷെ നല്ല ശക്തമായ തണുപ്പ്, സാധാരണ ഇതിൽ ഒരു 10 ഡിഗ്രി സെൽഷ്യസിന് താഴെ ഏകദേശം ഒരു 1 ഡിഗ്രി സെൽഷ്യസ് വരെ വരുന്ന ഒരു തണുപ്പ് വരും. ചൂട് വരുമ്പോൾ പലപ്പോഴും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകുന്ന ഒരു കാലാവസ്ഥ, ഇതിനാണ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ചിലതരം ചെടികൾക്ക് ഈ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥയിലാണ് ഏറ്റവും നന്നായിട്ട് ജീവൽ പ്രക്രിയകൾ ചെയ്യുവാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാലാവസ്ഥയാണ് ട്രോപ്പിക്കൽ കാലാവസ്ഥ എന്ന് പറയുന്നത്, അതായത് മേഖലകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാലോ, മനസ്സിലാക്കുന്നത് വർഷത്തിന്റെ മുഴുവൻ സമയം തന്നെ ചൂട് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. രാത്രിയും പകലും തമ്മിൽ ടെമ്പറേച്ചറിന് വലിയ വ്യത്യാസം ഉണ്ടാകും. രാത്രിയിലെ ചൂടും പകൽ സമയത്തുള്ള ചൂടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വളരുന്ന ചെടികൾക്ക് ഈ ഫോട്ടോ പീരിയഡ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിന്റെ ലെങ്തിന്റെ റിക്വയർമെന്റ്, നമുക്കറിയാം ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ വർഷത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും, ചില സമയത്ത് അതായത് ഇപ്പം നമുക്കറിയാം പകലിന് ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം കൂടുന്ന സമയമാണ്. ഇങ്ങനെയുള്ള ഫോട്ടോ പീരിയഡ് റിക്വയർമെന്റ് ചെടികൾക്കും ആവശ്യമാണ്. പക്ഷെ നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയനിൽ വളരുന്ന പല ചെടികൾക്കും ഒരു റിക്വയർമെന്റ് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പം ഈ ഒരു കാലാവസ്ഥ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉയർന്ന ചൂടും ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വളരെ വിഗറസ് ആയിട്ടുള്ള വളർച്ചയും ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ പലപ്പോഴും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇവിടെ ഒരു മാവോ അല്ലെങ്കിൽ ഒരു കശുമാവോ ഒക്കെ ഒരു പ്രാവശ്യം തളിരെടുത്തു കഴിഞ്ഞാൽ വളരെ നീളത്തിൽ വളർന്നതിന് ശേഷമാണ് അടുത്ത ഒരു തളിര് വരുന്നത്. എന്നാൽ സബ് ട്രോപ്പിക്കൽ നിങ്ങൾ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, അവിടെ ചെടികൾ അത്രയും തഴച്ചു വളരാറില്ല. ഒരു ചുറ്റില വന്നതിന് ശേഷം അടുത്ത ചുറ്റില എന്ന് പറയുന്നത് അധികം നീണ്ടു വളരാതെ തന്നെ അടുത്ത ചുറ്റില വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഫിസിക്കലായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ കായികമായിട്ടുള്ള വളർച്ച കമ്പാരിറ്റീവ്ലി നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവായി. അപ്പം ഈ നാം ആയിരിക്കുന്ന ഏരിയ, അതായത് നമ്മുടെ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളും, നമ്മുടെ ഹൈ റേഞ്ചുകൾ നമ്മൾ പറയുന്ന വയനാടിന്റെ ചില കോണറുകളോ ഇടുക്കിയുടെ വട്ടവട പോലുള്ള മേഖലകളോ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലവും നമുക്കിങ്ങനെ ട്രോപ്പിക്കൽ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലം. അപ്പൊ ഞാനിതെന്തിനാണ് ഈ കാലാവസ്ഥാ പ്രത്യേകതയെ പറ്റി പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ഇന്ന് പലരും ധാരാളം വിവിധ തരത്തിലുള്ള
ഫലവർഗ്ഗങ്ങൾ നാം കൃഷി ചെയ്യുവാനും ലഭിക്കുന്നതൊക്കെ കളക്ട് ചെയ്ത് നമ്മുടെ കൃഷിയിടങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ വളർത്താനും ഒക്കെ നാം വളരെ താല്പര്യം കാണിക്കുന്നു. എന്നാൽ പലപ്പോഴും നാം ഒരു ഫലവർഗം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏത് കാലാവസ്ഥയിലുള്ളതാണെന്നോ നമ്മുടെ സ്ഥലത്ത് അത് ആകുമെന്നോ ഒന്നും ചിന്തിക്കാതെ പലപ്പോഴും ഇത് വിൽക്കുന്ന ആളുടെ വാചകമടിയിൽ മറന്നിട്ട് നമ്മൾ ഇതൊക്കെ മേടിച്ച് നമ്മുടെ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലോ കൊണ്ട് നട്ടുപിടിപ്പിക്കുകയും അതിനുശേഷം ഒരു കുറച്ച് 1, 2 അല്ലെങ്കിൽ ചിലപ്പം 4, 5 വർഷം കഴിയുമ്പോൾ കംപ്ലൈൻസ് നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. ഞാൻ മേടിച്ചു വെച്ചിട്ടൊന്നും ശരിയാകുന്നില്ല. ധാരാളം കംപ്ലൈൻസ് കൃഷി വിജ്ഞാനത്തിൽ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. സാറേ, ഞാൻ പണ്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് ഇന്ന ചെടി മേടിച്ചു വെച്ചതാണ്, പലർക്കും അത് എന്ത് ചെടിയാന്ന് പോലും അറിയത്തില്ല, അങ്ങനെ മേടിച്ചു വെച്ചതാണ്, അത് കായ്ക്കുമെന്നാണ് അന്ന് അവർ പറഞ്ഞത്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റാത്ത ഒന്നിൽ ടെമ്പറേറ്റ് റീജിയനിലോ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയനിലോ കൃഷി ചെയ്യേണ്ടതായ ഫലവർഗ്ഗങ്ങളായിരിക്കും പലപ്പോഴും അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നാം മനസ്സിലാക്കുക, നമ്മുടെ ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണ്. ഈ ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരുന്ന ഫലവർഗ്ഗങ്ങൾ വേണം നാം നമ്മുടെ തൊടിയിലോ അല്ലെങ്കിൽ നമ്മുടെ നാം കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷിക്കോ തിരഞ്ഞെടുക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമുക്കൊരു വലിയൊരു ഫ്രൂട്ട് ഡൈവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന. ഞാൻ പറഞ്ഞു, ആദ്യമേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും പഴങ്ങളെന്ന് പറഞ്ഞാൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മാങ്ങയും ചക്കയും പേരയും മാത്രമേ വരാറുള്ളൂ പലപ്പോഴും, അല്ലെങ്കിൽ ഓമയ്ക്കായൊക്കെ മാത്രമേ വരാറുള്ളൂ, പപ്പായ മാത്രമേ വരാറുള്ളൂ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ധാരാളം ഫലവർഗ്ഗങ്ങള് ലോകത്തിന്റെ മറ്റ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്നവയെ നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ അവയൊക്കെ കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അനുയോജ്യമായ കൃഷി ഈ ഫലവർഗ്ഗങ്ങളെ പറ്റി കുറച്ച് ഫലവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ കരുതുന്നു. ഈ അടുത്ത കാലത്ത് വളരെ വ്യാപകമായിട്ട് ഒരു പ്ലാന്റേഷന്റെ രീതിയിൽ കൃഷി ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു ഫലവർഗ്ഗമാണ് റംബൂട്ടാൻ എന്ന് പറയുന്നത്. നമ്മൾ ഹെയറി ലിച്ചി എന്ന് പറയും. ഇതിന്റെ ഒരു റിലേറ്റീവ് എന്ന് വേണേൽ പറയാവുന്നതാണ് ലിച്ചി എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ലിച്ചി പഴം എന്ന് പറയുന്നത് ഹെയർ ഇല്ലാത്ത ഒരു തരം പഴമാണ്. കണ്ട റംബൂട്ടാൻ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഈ ഹെയർസ് ഉണ്ടാവുകയില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ ലിച്ചി നന്നായി വളരും, പക്ഷെ ഒരിക്കലും അത് കായ്ക്കുകയോ പൂക്കുകയോ ചെയ്യാറില്ല. കാരണം ലിച്ചി പൂക്കണമെന്നുണ്ടെങ്കിൽ വർഷത്തിന്റെ ഒരു സമയത്ത് അന്തരീക്ഷ ഊഷ്മാവ് 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴെ പോകണം. അപ്പൊ അതായത് നമ്മുടെ വയനാടിന്റെ ചില മേഖലകളിൽ ഈ ലിച്ചി നല്ലോണം പൂക്കും, കായ്ക്കും. എന്നും കണ്ട് മറ്റുള്ള ജില്ലകളിൽ പത്തനംതിട്ടയോ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കോട്ടയത്തോ പല സ്ഥലങ്ങളിലും ലിച്ചി കായ്ക്കണം എന്ന് പറഞ്ഞാൽ ലിച്ചി കായ്ക്കാറില്ല. പക്ഷെ പലരും നഴ്സറികളിൽ നിന്ന് മേടിച്ച് ലിച്ചി വെക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയായിട്ട് വളരും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ കാപിടുത്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ റംബൂട്ടാൻ നമ്മുടെ നാട്ടിൽ നന്നായി വളരുകയും നന്നായിട്ട് ഫലം നൽകുകയും ചെയ്യുന്ന ഒരു വിളയാണ്. മറ്റൊന്നാണ് പുലാസാൻ എന്ന് പറയുന്നത്. പുലാസാൻ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇതിന്റെ ആ തോട് ഇങ്ങനെ തിരിച്ചിട്ടാണ് അതിനെ പൊട്ടിച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ നാട്ടില് നന്നായി കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉഷ്ണമേഖലാ ഫലവർഗ്ഗമാണ്. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഇവയൊക്കെ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലോകത്തെ പല സ്ഥലങ്ങളിലും ഉഷ്ണമേഖലാ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ക്വീൻസ്ലാൻഡ് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ സ്ഥലങ്ങൾ, അവിടെയൊക്കെ തന്നെ ഇതേപോലെയുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അവിടെ വളരുന്ന പല ഫലവർഗ്ഗങ്ങളും നമുക്കിവിടെ ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ എത്തിപ്പറ്റിയ ഒരു ഫലവർഗ്ഗമാണ് പുലാസ എന്ന് പറയുന്നത്. നമുക്ക് നന്നായി കൃഷി ചെയ്യാൻ സാധിക്കും. മറ്റൊന്നാണ് മാംഗോസ്റ്റിൻ. നമ്മൾ മാംഗോസ്റ്റി എന്നൊക്കെ പറഞ്ഞ അറിയപ്പെടാറുണ്ട്. പഴങ്ങളുടെ റാണി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വളരെയധികം രുചികരമായ ഒരു ഫലവർഗ്ഗമാണ്. അല്പം ഹൈ റേഞ്ച് പ്രദേശങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുണ്ടക്കയം മുതൽ മുകളിലേക്കുള്ള അല്ലെ വയനാട് ആ ഒരു അല്പം ഹൈ റേഞ്ചിലേക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല വലുപ്പമുള്ള കായകളും വളരെയധികം ഗുണനിലവാരം കൂടിയ കായകളും ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു വിളയാണ് മാംഗോസ്റ്റിൻ. താഴെയുള്ള പ്ലെയിൻസിൽ, ഉദാഹരണം പത്തനംതിട്ടയിലെ താഴെയുള്ള പ്ലെയിൻസോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലോ ഒക്കെ ഏകദേശം സമുദ്രനിരപ്പിനൊക്കെ ഏകദേശം അതേ ലെവലിലേക്ക് വെക്കുന്ന സ്ഥലങ്ങളിൽ മാംഗോസിന്റെ കാപിടുത്തം സൈസ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഗംബോജ് എന്ന് പറയുന്ന കറ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം അത് പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ ഹൈ എലിവേഷനിലാണ് മാംഗോസിന് ഏറ്റവും നന്നായിട്ട് നന്നായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ഫലം തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ എല്ലാ പ്രദേശത്തും ഇത് കൃഷി ചെയ്യാൻ സാധിക്കും, നമ്മുടെ വളരുവാനും സാധിക്കും. കായയുടെ വലുപ്പത്തിലും ക്വാളിറ്റിയിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ.
മറ്റൊന്നാണ് യെല്ലോ മാംഗോസ്റ്റിൻ അല്ലെങ്കിൽ പിണംപുളി എന്ന് പറയുന്ന ഒരു സംഗതി. ഇതും നമ്മുടെ മറ്റു സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ക്വീൻസ്ലാൻഡ് ഓസ്ട്രേലിയ ക്വീൻസ്ലാൻഡ് ആണ് ഇതിന്റെ ഒരു ജന്മദേശം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാനും വളർത്താനും ഒക്കെ തന്നെ സാധിക്കും. മറ്റൊന്നാണ് ഗാർസീനിയ അല്ലെങ്കിൽ നമ്മൾ കോക്കം ഫ്രൂട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കൊങ്കൺ മേഖലയിലൊക്കെ ധാരാളം കൃഷി ചെയ്യപ്പെടുന്ന ഒരു ഫലവർഗമാണ്. ഇന്ന് കോക്കത്തിന്റെ ജ്യൂസ് പലപ്പോഴും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് നമ്മുടെ ദുർമേധസ് ഒഴിവാക്കാൻ വേണ്ടി, അമിതവണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഈ കോക്കം ഫ്രൂട്ട് സഹായിക്കുന്നതായിട്ട് അറിയാം. ഇത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുകയും ഫലം തരികയും ചെയ്യും. മറ്റൊന്നാണ് നമ്മുടെ കുടംപുളി. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. പരമ്പരാഗതമായി നാം ഇതിൽ കൃഷി ചെയ്യുന്നത്. ഇതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൽ എത്തിപ്പറ്റിയ ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ എത്തിയ മറ്റൊരു ഫലമാണ് ദൂരിയൻ എന്ന് നമ്മൾ പറയുന്ന ഒരു ചക്ക പോലെ ഇരിക്കുന്ന ഒരു പഴം. വളരെയധികം സ്വീറ്റ് ആയിട്ടുള്ള ഒരു പഴമാണ്. പക്ഷെ ഇതിന്റെ ഒരു സ്മെല്ലുണ്ട്. അത് ചില ആൾക്കാർക്ക് അത് അത്ര പ്രിയകരമായിരിക്കുകയില്ല. പക്ഷെ ഇന്ന് വളരെയധികം മാർക്കറ്റിൽ നല്ല വില ലഭിക്കുന്ന ഒരു ഫലവർഗമാണ് ദൂരിയൻ എന്ന് പറയുന്ന ഈ ഫലവർഗം. പ്രധാനമായിട്ടും നമ്മുടെ പ്ലാവിനെ പോലെ തന്നെ തടിയിൽ കായ്ക്കുന്ന ഒരു വൃക്ഷമാണ് ദൂരിയൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ കൃഷി ചെയ്യാവുന്ന മറ്റൊന്നാണ് റൊളീനിയ എന്ന് പറയുന്നത്. വൈൽഡ് ഷുഗർ ആപ്പിൾ എന്ന് പറയും. നമ്മുടെ ആത്തയുടെ ഒക്കെ ഗ്രൂപ്പിൽ പെടുന്ന, അല്ലെങ്കിൽ നമ്മളന്ന് ആത്തക്ക എന്ന് പറയുന്ന അതിന്റെ ഗ്രൂപ്പിൽ പെടുന്നവയാണ് റൊളീനിയ. ട്രോപ്പിക്കൽ സൗത്ത് അമേരിക്കയാണ് ഇതിന്റെ ഒരു ഒറിജിൻ. നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ നാട്ടിൽ നന്നായി വളരുകയും ഫലം തരികയും ചെയ്യുന്ന ഒരു വിളയാണിത്. മറ്റൊന്നാണ്, ഒരു കാലത്ത് ക്യാൻസറിന് വളരെ കൈക്കൊണ്ട ഔഷധമാണെന്ന് നാം വിശ്വസിച്ച് ധാരാളം കാശ് മുടക്കി വാങ്ങിക്കൊണ്ടിരുന്ന ഒരു ഫലവർഗമാണ് മുള്ളാത്ത അല്ലെങ്കിൽ സോർസോപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതങ്ങ് വളർന്നു നോക്കി അങ്ങ് അന്യം നിന്ന് പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ധാരാളം ആളുകൾ വീണ്ടും വളരുന്നുണ്ട്. മുള്ളാത്ത പഴുക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു പച്ചക്കറിയായി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മുള്ളാത്തയുടെ പഴുക്കാത്ത കായകൾ എടുത്തതിന് ശേഷം നമുക്ക് പലപ്പോഴും സ്റ്റൂ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കറി വെക്കാനോ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ക്യാൻസറിനെ ഇത് പ്രിവെന്റ് ചെയ്യുമോ എന്നുള്ളത്, ക്യാൻസറിന് ഒരിക്കലും ഒരു മരുന്നായിട്ട് നമുക്കിത് പറയാൻ സാധിക്കുകയില്ല. മനസ്സിലാക്കേണ്ടത് മിക്ക ഫലവർഗ്ഗങ്ങളിലും ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ മുള്ളാത്തയിലും ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാൻസറിന് മരുന്നെന്ന രീതിയിലല്ല, അതൊരു നമ്മുടെ ഭക്ഷ്യ സീസണിൽ ലഭ്യമാകുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊന്നാണ് നമ്മുടെ സീതാഫൽ എന്ന് പറയുന്ന നമ്മുടെ ആത്ത. ഇതും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ മാർക്കറ്റിലൊക്കെ വഴിയറമ്പുകളിലൊക്കെ ഇന്ന് വെച്ച് വിൽക്കുന്ന ഒരു ഫലമാണ് ഈ സീതാഫൽ എന്ന് പറയുന്ന ആത്ത. ഇത് നമ്മുടെ നാട്ടിൽ നന്നായി കൃഷി ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ശാസ്ത്രീയ കൃഷി രീതികളുണ്ട്. ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് IIHR ബാംഗ്ലൂർ ഒക്കെ അർക്ക സഹാൻ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഇനം തന്നെ ഇതിന്റെ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് ഇതിന്റെ കുരുവിന്റെ എണ്ണം വളരെ കുറവും ഉൾവശത്തെ മാതളം വളരെയധികം കൂടുതലുമുള്ള അർക്ക സഹാൻ എന്ന് പറയുന്ന ഒരു ഡിപ്ലോയിഡ് ഇനം ഇതിന്റെ പുറത്തിറക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അതൊക്കെ നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കുന്നവയാണ്. മറ്റൊന്നാണ് രാംഫൽ എന്ന് പറയുന്ന അനന റെറ്റിക്കുലേറ്റ. ഇതും നമ്മൾ ആത്ത എന്നാണ് പറയുന്നത്. ഇതിനും നമ്മുടെ നാട്ടില് കൃഷി ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് വളരുകയും ഉത്പാദനം തരികയും ചെയ്യുന്ന വിളയാണ്. ഇതിനും നല്ല ഇനങ്ങളൊക്കെ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പല ആളുകളും ഇന്ന് സാധ്യത തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് പാഷൻ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യാം. അതിന്റെ കൃത്യമായ പരിചരണ മുറകളെ മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്നാണ് ആകാശവെള്ളരി. ഒരു വെജിറ്റബിൾ ആയിട്ടോ ഫ്രൂട്ടായിട്ടോ ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാവുന്നതാണ്. പല സ്ഥലങ്ങളിലും ഇന്ന് നമുക്ക് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് നാം പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പഴമാണ് അവക്കാഡോ. അല്ലെങ്കിൽ ഇതിനെ വയനാട് മേഖലകളിലൊക്കെ ധാരാളം വൈൽഡായിട്ട് വളരുന്നവയാണ്. അവിടുത്തെ നായ്ക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞു വീഴുന്ന ഈ കായകൾ നായ്ക്കൾ കഴിക്കുന്നത് കാരണം അവിടെ ഇതിനെ ഡോഗ് ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഒക്കെ ധാരാളമുള്ള അവക്കാഡോ ഇന്ന് വളരെയധികം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമുദ്ര പ്രദേശങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളുണ്ട്. പക്ഷെ അവക്കാഡോ കൃഷി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നഴ്സറികളിലൊക്കെ നിങ്ങൾക്ക് പലതരം ഇനങ്ങൾ ലഭ്യമാണ്. ഇതിൽ ഹാസ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കളറുള്ള ഒരു ടൈപ്പ് കിട്ടുന്നുണ്ട്, ഹാസ് ടൈപ്പ് അവക്കാഡോ. ഈ ഹാസ് ടൈപ്പ് എന്ന് പറയുന്നത് അല്പം തണുപ്പുള്ള സ്ഥലങ്ങളിലായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട്, അത് ഹൈ റേഞ്ചുകളിലായിരിക്കും അത് ഏറ്റവും നന്നായിട്ട് അത് വിളവ് തരുന്നത്.
അവക്കാഡോ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ഗ്രാഫ്റ്റ് മേടിച്ച് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. വെക്കുമ്പോൾ 2 ഇനങ്ങൾ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവക്കാഡോയിൽ നമുക്ക് എ ടൈപ്പ് ഫ്ലവേഴ്സും ബി ടൈപ്പ് ഫ്ലവേഴ്സും എന്ന് പറയുന്ന 2 തരം പൂക്കളെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒരു ചില വെറൈറ്റികളിൽ രാവിലെ നേരത്ത് എ ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ആൺപൂക്കൾ ഉണ്ടാവുകയും വൈകുന്നേരം മാത്രം പെൺപൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ മറ്റൊരു തരത്തില് രാവിലെ പെൺപൂക്കൾ ഉണ്ടാവും, വൈകുന്നേരം ആൺപൂക്കൾ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഈ 2 ഇനങ്ങളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപാദനത്തിന്റെ അളവ് നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. അത് മാത്രം ഒന്ന് ശ്രദ്ധ വെക്കുക. അവക്കാഡോ എപ്പോഴും വളരെയധികം സ്കോപ്പുള്ള ഒരു നമ്മുടെ പ്രദേശത്ത് കൃഷി ചെയ്യുന്നതിന് വളരെ സ്കോപ്പുള്ള ഒരു പഴവർഗ്ഗമാണ് അവക്കാഡോ. കൂടാതെ പേർ നമുക്ക് നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കും. കാരംബോള വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് ഉപയോഗിക്കാനും വൈറ്റമിൻ സിയുടെ നല്ലൊരു സോഴ്സ് ആയിട്ടും കിട്ടുന്ന ഒരു സാധനമാണ് കാരംബോള. നമ്മുടെ നാട്ടിലെ പഴയ നമ്മൾ മത്തിപ്പുളി എന്ന് വിളിക്കുന്ന ബിലിമ്പി, ഇതിനൊക്കെ ഇന്ന് ധാരാളം ആവശ്യക്കാർ ഉണ്ട്. അതൊരു നല്ല ട്രോപ്പിക്കൽ ഫ്രൂട്ടായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഇനമാണ് ഈ ബിലിമ്പി. പിന്നെ സപ്പോട്ടയുടെ വിവിധ കുടുംബത്തിൽപ്പെടുന്ന സപ്പോട്ട, അതുപോലെ സപ്പോട്ടെ, അതുപോലെ സപ്പോഡില്ല, ഇതൊക്കെ തന്നെ ഒരേ കുടുംബത്തിൽപ്പെടുന്നവയാണ്. ചെറിയ അവരുടെ സ്പീഷീസുകളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ നന്നായിട്ട് വിജയകരമായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും. ബ്ലാക്ക് സപ്പോട്ട കൃഷി ചെയ്യാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും ട്രോപ്പിക്കൽ മെക്സിക്കോയുടെ നേറ്റീവായിട്ടുള്ള ഒരു വൃക്ഷമാണിത്. നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലമായതിനാൽ ഇത് ഇവിടെയും നന്നായി കായ്ക്കുകയും ഉത്പാദനം തരികയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വെസ്റ്റ് ഇന്ത്യൻ ചെറി നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ചെറിയൊരു കുറ്റിച്ചെടിയാണ്. നമുക്ക് അതിൽ നിന്ന് അച്ചാറുകൾ ഇടാനും അതുപോലെ തന്നെ പ്രത്യേകതരം പ്രിസർവുകൾ ഉണ്ടാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. വൈറ്റമിൻ സിയുടെ ഏറ്റവും വലിയൊരു സോഴ്സ് എന്നറിയപ്പെടുന്ന ഒന്നാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഇത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരുകയും കാഫലം തരികയും ചെയ്യും. മറ്റൊന്നാണ് ബ്രസീലിയൻ ചെറി. ഈ ചെറിയും നമ്മുടെ നാട്ടിൽ കൃഷി. ഇതൊക്കെ വളരെ മൈനർ ഫ്രൂട്ട്സ് ആയിരിക്കാം. പക്ഷെ ഇന്ന് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മുടെ ഭക്ഷണത്തെ പറ്റിയുള്ള നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മൈനർ ഫ്രൂട്ട്സിനും ഇന്ന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യും. ഇതിന് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രോപ്പിക്കൽ കാലാവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യയിലെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പം കേരളത്തിന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. കൂടാതെ തന്നെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് നമുക്കിത് കയറ്റി അയക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ നമുക്കുണ്ട്. ഇതിനെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൂടാതെ കാരിസ കരോണ്ട ചെറി, നമ്മൾ ബേക്കറി ചെറി എന്നറിയപ്പെടുന്ന, നമ്മൾ ബേക്കറികളിൽ നല്ല ചുവന്ന കളറോടെ കാണപ്പെടുന്ന ആ ചെറി നമുക്കിവിടെ നന്നായി ഉത്പാദിപ്പിക്കുവാനും മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് മാറ്റുവാനും സാധിക്കും. വാക്സ് ജാംബു, നമ്മുടെ ചാമ്പക്കായുടെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഗതിയുടെ പല പേരുകളുണ്ട്. മലയൻ ആപ്പിൾ എന്നറിയപ്പെടാറുണ്ട്. ഇതും നന്നായിട്ട് നമ്മുടെ നാട്ടിൽ ഉത്പാദനം നൽകുന്ന ഒരു ഫലവർഗമാണ്. റോസാപ്പിൾ, നമ്മുടെ ചാമ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോസാപ്പിളിന്റെ മറ്റൊരു ഇനം ജാംബോസ് എന്ന് പറയുന്ന ഒരിനം മറ്റൊരു സ്പീഷീസ് ആണ്. ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഇനങ്ങളാണ്. വെൽവെറ്റ് ആപ്പിൾ കൃഷി ചെയ്യാൻ സാധിക്കും. പപ്പായ എന്ന് പറയുന്നത് ട്രഡീഷണലി നമ്മുടെ നാട്ടിൽ വളർത്തപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ തൊടിയിടങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു ഫലവർഗമാണ്. എന്നാൽ ഇന്ന് കൊമേഴ്സ്യലായിട്ട് ധാരാളം ആളുകളെ കൃഷി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പപ്പായക്ക് പണ്ട് കാലത്ത് വലിയ മാർക്കറ്റ് ഒന്നും ഇല്ലായിരിക്കാം. പക്ഷെ ഇന്ന് ഏകദേശം സൂപ്പർ മാർക്കറ്റുകൾ ഒരു കിലോയ്ക്ക് 35 മുതൽ 40 രൂപ വില വരുന്ന ഒരു ഡിമാൻഡുള്ള ഒരു ഫലവർഗമാണ് പപ്പായ എന്ന് പറയുന്നത്. മറ്റൊരു വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് പ്രധാനമായിട്ടും ലോകത്തിന്റെ മിക്ക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വളർത്തപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അത് ഒരു പുതിയ ഇനമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു വിളവർഗമായിട്ട് അടുത്ത കാലത്ത് എത്തിപ്പറ്റിയതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നന്നായി വളരുകയും നല്ല രീതിയിൽ ഉത്പാദനം തരുവാൻ നിശ്ചയിക്കുന്ന ഒരു വിളയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. കൂടാതെ ഫൈക്കസ്, ചില സ്ഥലങ്ങളിൽ നമ്മുടെ നാട്ടിലെ അത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ധാരാളം വെച്ച് പിടിപ്പിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള അത്തിയല്ല. അത് ഒരു വൈൽഡ് എലിഫന്റ് ഫിഗർ. നമ്മുടെ മിക്ക വീടുകളിലും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ വലിയ ശക്തമായിട്ട് വളരുന്ന വലിയ ഇലച്ചാർത്തോടെ വളരുന്ന ഒരു മരമുണ്ട്. അതിനെ നമ്മൾ അത്തി എന്ന് വിളിക്കാറുണ്ട്. അത് ജയന്റ് എലിഫന്റ് ഇയർ ഫിഗ് എന്ന് പറയുന്ന ഇന്ത്യൻ ഫിഗ് ആണ്. അതല്ല നമ്മൾ സാധാരണഗതിയിൽ കാണപ്പെടുന്ന നമ്മുടെ യഥാർത്ഥ അത്തി എന്ന് പറയുന്ന യഥാർത്ഥ അത്തി ഫൈക്കസ് കാരിക്കയാണ്. നമ്മുടെ ഈ കാലാവസ്ഥയിൽ അത് വളർച്ചയിൽ അല്പം ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. എന്നാൽ മറ്റുള്ള പൂന പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ കാലാവസ്ഥയിലായിരിക്കും ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വളരുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ നമ്മുടെ ജാമുൻ അല്ലെങ്കിൽ ഞാവൽ എന്ന് പറയുന്ന മരം പണ്ടുകാലം മുതലേ നമ്മുടെ നാട്ടിലുള്ളതാണ്. വലിയ മരങ്ങളായിട്ട് പോകുന്നു. ഇന്ന് ഞാവലില് വലിയ
ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരം ഇനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. കൂടാതെ അബിയു എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് നമ്മുടെ സപ്പോർട്ടയുടെ ഒക്കെ തന്നെ കുടുംബത്തിൽ പെടുന്ന ഒരാളാണ്. പക്ഷെ വളരെ നല്ല മനോഹരമായ നല്ലതായ ഒരു ഫ്രൂട്ടാണ് അബിയു. അതും കൃഷി ചെയ്യാൻ സാധിക്കും. കാനിസിൽ നമുക്കിവിടെ കൃഷി ചെയ്യാൻ സാധിക്കും. ഡേവിഡ്സൺ പ്ലം ഇതും നമ്മുടെ നാട്ടില് വളരാൻ സാധിക്കുന്ന ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. ഇന്ത്യൻ ലോങ്ങൻ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. കബോട്ടിക്ക നമുക്ക് പലപ്പോഴും ഇതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിനെ ജെല്ലിയായിട്ടും ജാമായിട്ടും അങ്ങനെയുള്ള ഒരു മാറ്റപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. അത് കൃഷി ചെയ്യാൻ സാധിക്കും. മരാങ് കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പീസിയ കൃഷി ചെയ്യാൻ സാധിക്കും. മാപ്രാങ് കൃഷി ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ട്രോപ്പിക്കൽ ഫ്രൂട്ടുകളാണ്. ഇതൊക്കെ പലപ്പോഴും വലിയ ഏരിയയിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിലും ചെറിയ ഏരിയയിൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു എത്തനിക് ഫുഡ് എന്ന രീതിയിലൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലും ഇത് നൽകപ്പെടുന്നു. മിറക്കിൾ ഫ്രൂട്ട് ചെറിയൊരു കുറ്റിച്ചെടിയാണ്. നമുക്ക് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നാരങ്ങ കഴിക്കുകയൊക്കെ ചെയ്താൽ വളരെ സ്വീറ്റ് ആയിട്ട് തോന്നുന്ന ഒരു ഫ്രൂട്ട്. അങ്ങനെയുള്ള ഫ്രൂട്ട്സാണ് മിറക്കിൾ ഫ്രൂട്ട്. നമുക്ക് നന്നായിട്ട് വളർത്താൻ സാധിക്കും. പമലു നമ്മുടെ കമ്പിളി നാരകം എന്നും പമ്പിളി നാരകം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ അത് ഒരു കൊമേഴ്സ്യൽ കൾട്ടിവേഷൻ നമ്മൾ ഇപ്പോഴും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ നല്ല കൊമേഴ്സ്യൽ വെറൈറ്റി, നല്ല മധുരമുള്ള ജ്യൂസുള്ള വെറൈറ്റികൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരം വെറൈറ്റികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു സാധ്യത ഈ ഒരു മേഖലയിലും നമുക്കുണ്ട്. ലൈം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ചില രോഗകീട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടില് ലൈം നമ്മൾ കൃഷി ചെയ്യാൻ സാധിക്കും. സലാക്ക് എന്ന് പറയുന്ന ഈ പഴം നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. അല്പം ഉള്ളത് കൊണ്ട് നമ്മുടെ തൊടിയിടങ്ങളുടെ അതിരുകളിലൊക്കെ കൃഷി ചെയ്യായിരിക്കും നല്ലത്. പക്ഷെ നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിളയാണ് സലാക്ക്. സാന്തോള് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. റാംബായി നമുക്ക് കൃഷി ചെയ്യാം. സ്റ്റാർ ആപ്പിൾ കൃഷി ചെയ്യാം. നമ്മളിന്ന് ശ്രീലങ്കൻ അമ്പഴം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വീറ്റ് അമ്പഴം എന്ന് പറയുന്ന സ്പോണ്ടിയ സ്പിനേറ്റ നമുക്ക് കൃഷി ചെയ്യാം. എപ്പോഴും വർഷത്തിൽ 2 or 3 പ്രാവശ്യം നമുക്ക് ഉൽപാദനം തരുന്ന ഒന്നാണ് ഈ സ്വീറ്റ് അമ്പഴം. അത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. പേരയ്ക്ക നമ്മുടെ നാട്ടില് മിക്ക വീടുകളിലും ഉള്ളതും എന്നാൽ നമ്മളിന്റെ വ്യവസായ സാധ്യതകളെ പറ്റി തിരിച്ചറിയാത്തതുമായ, അതായത് കേരളം നമ്മൾ പലപ്പോഴും വ്യവസായികമായിട്ട് അല്ലെങ്കിൽ ഒരു വിളവർഗമായിട്ട് കൺസിഡർ ചെയ്ത് കൃഷി ചെയ്യാത്തതുമായ ഒരു വിളയാണ് നമ്മുടെ പേര. ഈ പേരയെ നമുക്ക് കൊമേഴ്സ്യലി ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് ധാരാളം മാർക്കറ്റ് ഉള്ള ഒരു വിളവർഗമാണ് ഈ പേര. നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ശീമച്ചക്ക എന്നറിയപ്പെടുന്ന സംഗതി, ഇതും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ സാധ്യതയുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുള്ള വിവിധ ട്രോപ്പിക്കൽ ഫ്രൂട്ടുകളാണ്. നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം? തീർച്ചയായിട്ടും നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളത് ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളാണ്. ഗുണനിലവാരമുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ വളരെ അത്യാവശ്യമാണ്. നമുക്ക് പലപ്പോഴും നാം ഈ ഫലവർഗ നമ്മുടെ പ്ലാന്റിംഗ് മെറ്റീരിയൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് വിത്തുകളാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എല്ലാ ഫലവർഗ്ഗങ്ങളിലും മിക്ക ഫലവർഗ്ഗങ്ങളിലും 1-2 എക്സെപ്ഷൻസ് ഒഴികെ, ഉദാഹരണം മാംഗോസിനോ അല്ലെ യെല്ലോ മാംഗോസിനോ പോലെയുള്ള 1-2 എക്സെപ്ഷൻസ് ഒഴികെ ബാക്കി എല്ലാ ഫലവർഗ്ഗങ്ങളിലും അവിടെ വിത്തുകളിൽ നിന്നുണ്ടാകുന്ന തൈകളിൽ ധാരാളം വേരിയേഷൻ നാം കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃസസ്യത്തിന്റെ എല്ലാ ഗുണനിലവാരവും ഉള്ള ഒരു തൈ ഉൽപ്പാദിപ്പിക്കാൻ ഒരിക്കലും വിത്തുകൾ മൂലം സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നാം ഫലവർഗ കൃഷിയിലേക്ക് പോകുമ്പോൾ അത് വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കായികമായ രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കുന്ന തൈകൾ ഉപയോഗിക്കുകയായിരിക്കും എപ്പോഴും കരണീയമായിട്ടുള്ളത്. കാരണം പലപ്പോഴും വിത്തുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തൈകൾക്ക് ഒരു ദീർഘമായിട്ടുള്ള ഒരു ശൈശവ കാലഘട്ടം നിലനിൽക്കുന്നു. അതായത് പലപ്പോഴും 10-15 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് അതിന്റെ ശൈശവ കാലഘട്ടം പിന്നിട്ട് അതിന്റെ മച്വർ ഫേസിലേക്ക് അല്ലെങ്കിൽ ലൈംഗികമായ ഉൽപാദന പ്രക്രിയ നടക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഈ ചെടി മാറുന്നത്. എന്നാൽ നിങ്ങൾ അതിനെ കായികമായി വർദ്ധിപ്പിച്ച ചെടികളാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വെജിറ്റേറ്റീവ് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ച തൈകളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഏതായാലും 3-4 വർഷങ്ങൾക്കുള്ളിൽ അവ കാഫലം നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ മാതൃസസ്യങ്ങളുടെ എല്ലാ ഗുണനിലവാരവുമുള്ള ഉള്ള പഴങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പലതരത്തിലുള്ള കായിക വർധന രീതികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സക്കേഴ്സ് അല്ലെങ്കിൽ സ്ലിപ്സ് ഒക്കെ ഉപയോഗിക്കാം. ഉദാഹരണം പറഞ്ഞാൽ പൈനാപ്പിളിൽ നിന്ന് നമ്മുടെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ സ്ലിപ്സുകളാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വാഴപ്പഴം എടുക്കുകയാണെങ്കിൽ അതിന്റെ സക്കറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ നമുക്ക് ലെയർ ചെയ്ത പതി വെച്ച തൈകൾ നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണം നമുക്ക് പേര അല്ലെങ്കിൽ നമ്മുടെ നാരകം, ഇതൊക്കെ തന്നെ പതി വെച്ച തൈകൾ ഉപയോഗിക്കാൻ സാധിക്കും.
കൂടാതെ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതായിട്ടുള്ള തൈകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ വിവിധ തരത്തില് കായികമായി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള തൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള ഫലവർഗ്ഗങ്ങളെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്താലും നിങ്ങളെ ഫലവർഗ്ഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായിട്ട് അത് എന്ത് ഇനമാണ്, ഏത് വെറൈറ്റിയാണ്, അത് നമ്മുടെ പ്രദേശത്തിന് പറ്റിയതാണോ, ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. പലപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, നാം വിൽക്കാനിരിക്കുന്ന നഴ്സറിക്കാരന്റെ വാചകങ്ങളിൽ പലപ്പോഴും നാം മുങ്ങി നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമല്ലാത്ത അല്ലെങ്കിൽ ഏത് ഇനമാണെന്ന് അറിയാൻ വയ്യാത്ത ഇനങ്ങളെ നാം മേടിച്ചു വെക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുള്ളത്, നാം ഒരു മാവ് സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നാം ഒരു മാവിന്റെ ഗ്രാഫ്റ്റ് മേടിച്ചുകൊണ്ട് പോകും. എന്നാൽ ഈ മാവ് നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്ന് ആരും ചിന്തിക്കാറില്ല. പലപ്പോഴും സബ് ട്രോപ്പിക്കൽ റീജിയനുകളിൽ വളരുന്ന മാവിന്റെ തൈകള് ബൾക്കായിട്ട് ഇറക്കിയതിന് ശേഷം അത് നമ്മുടെ പ്രദേശത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ധാരാളം നഴ്സറി ഓണേഴ്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത്, ഈ മാവ് നല്ലോണം നമ്മുടെ നാട്ടിൽ വളരും, പക്ഷെ അത് ശരിയായ ഉൽപാദനം നൽകാറില്ല, പൂക്കാറില്ല, കായ്ക്കാറില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ അതിനെ മറ്റു മാർഗങ്ങളിലൂടെ പൂപ്പിക്കാൻ ശ്രമിക്കുകയും അവസാനം അത് പൂക്കാതെ വരുമ്പോൾ നിരാശരായിട്ട് വെട്ടിക്കളയുകയും ഞാൻ ചെയ്താൽ ഇതൊന്നും ശരിയാകത്തില്ല എന്നുള്ള നിഗമനത്തിലേക്ക് നാം എത്തുകയൊക്കെ ചെയ്യാറുള്ളത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമാണോ, എന്ത് വിളയാണെങ്കിലും അത് ഏത് ഇനമാണ്, ഓരോ ഇനങ്ങൾക്കും മാവിൽ തന്നെ ധാരാളം ഇനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആ മാവിന്റെ ഏത് ഇനമാണ് നിങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്നത്, അല്ലെ ഏത് ഇനമാണ് നിങ്ങൾ വാങ്ങി വെക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം നാം കൃഷിയിലേക്ക് പോകുവാൻ. രണ്ടാമതായിട്ട് നിങ്ങളൊരു തൈയെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിന്റെ ഗ്രാഫ്റ്റ് തൈകളോ ബഡഡ് തൈകളോ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഗ്രാഫ്റ്റ് യൂണിയൻ നല്ലവണ്ണം ഹീല് ചെയ്തു എന്ന് ഉറപ്പാക്കിയിരിക്കും. പലപ്പോഴും നാം കണ്ടിട്ടുള്ളത്, ഈ ഗ്രാഫ്റ്റ് ചെയ്തതിനു ശേഷം ഒരു നല്ലവണ്ണം ഹീൽ ചെയ്ത് കഴിഞ്ഞ ഒരു ചെടിയിൽ അതിന്റെ ആ ഗ്രാഫ്റ്റ് യൂണിയനിൽ കവർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ടൊയിനോ ഉണ്ടെങ്കിൽ അതിനെ മുറിച്ചു മാറ്റിയിരിക്കും. പലപ്പോഴും നാം ഈ തൈകളിലെ ഗ്രാഫ്റ്റഡ് യൂണിയനിൽ ഒരു കയറ് വെച്ചോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചരട് വെച്ചോ ഒക്കെ വളരെ ശക്തമായിട്ട് വരിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്നുണ്ടാവും. അപ്പം അത് തളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഈ ഗ്രാഫ്റ്റ് യൂണിയൻ നന്നായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് ഫലം തന്നെ പലപ്പോഴും നാം വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ഇത് ഉണങ്ങി പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ ഗ്രാഫ്റ്റ് യൂണിയൻ സ്ട്രോങ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഗ്രാഫ്റ്റ് യൂണിയൻ ആണോ എന്ന് നോക്കിയതിന് ശേഷം തൈകളെ സെലക്ട് ചെയ്യും. അതുപോലെ എപ്പോഴും നമുക്ക് ഒത്തിരി വളർന്ന തൈകൾ, കായ്ച്ചു നിൽക്കുന്ന തൈകൾ, അല്ലെ 2 വർഷമായി 3 വർഷമായിട്ട് വളർച്ച ഉള്ള തൈകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത്തരം തൈകളെ മേടിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എപ്പോഴും നിങ്ങൾ ഒരു കൊമേഴ്സ്യൽ പ്ലാന്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പുതിയ ഒരു തൈ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ 1-2 വേൾസ്, 1-2 ഇലച്ചുറ്റുകൾ വളർന്നിട്ടുള്ള തൈകളായിരിക്കും ഏറ്റവും അനുയോജ്യം. കാരണം അത്തരം തൈകൾ ഒരു സീസൺ, നിങ്ങൾ 1 വർഷം മാത്രം പ്രായമുള്ളവയായിരിക്കും. ഇതിന് പ്രധാന കാരണം, ദീർഘകാലം നമ്മുടെ ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ ഒരു കൂടയിൽ ഈ തൈകളായിരിക്കുന്ന സമയത്ത് അതിന്റെ ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ തായ് വേരുകൾ താഴെ ഇങ്ങനെ ചുറ്റി വരാൻ കോയിൽ ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. അത്തരം ചെടികളെ നാം കൊണ്ട് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുഴിച്ചു വെക്കുമ്പോൾ ഈ വളഞ്ഞു നിൽക്കുന്ന വേരുകൾ ഒരിക്കലും നികരാറില്ല. അത് തന്നെ അത് ഭാവിയിൽ അതിന്റെ വളർച്ച ഒന്ന് റിക്കവർ ചെയ്യാൻ വളരെയധികം സമയം എടുക്കാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും യങ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ മേടിക്കാൻ ശ്രമിക്കും. അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം നമ്മളൊരു കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതിന്റെ സൈറ്റ് സെലക്ഷനാണ്. നമുക്ക് ആവശ്യത്തിന് വെയിൽ കിട്ടുന്ന സ്ഥലമാണോ എന്ന് ആദ്യം ഉറപ്പാക്കുക. മണ്ണിന് നല്ല ആഴമുണ്ടോ എന്ന് ഉറപ്പാക്കുക. ചില സ്ഥലങ്ങളിൽ ഈ മണ്ണിന്റെ ഉപരിതലത്തിന് താഴെ വലിയ പാറ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കല്ലിന്റെ നിരയോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ ചെടിയുടെ വളർച്ച വളരെ മോശമായി. അപ്പൊ നമ്മുടെ സൈറ്റ് വളരെ നല്ലതാണെന്ന് നമ്മൾ ഉറപ്പാക്കുക. രണ്ടാമതായിട്ട് പ്ലാന്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഴികൾ എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ തൈകൾ വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തൈക്ക് അല്ലെങ്കിൽ ഒരു പുരയിടത്തിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫലവർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ചെടികൾക്കും വളർന്ന് വികസിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം അവിടെ നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കണം. അതായത് കറക്റ്റായിട്ടുള്ള ഒരു സ്പേസിങ് നൽകാൻ നാം ശ്രദ്ധിക്കണം. പലപ്പോഴും നാം നമ്മുടെ ഒരു സാധാരണ തൊടിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും 5-10 സെന്റ് സ്ഥലമായിരിക്കും ഉള്ളത്. അവിടെ പലപ്പോഴും 7-8-9 തരം വൃക്ഷങ്ങൾ നാം നട്ടിട്ടുണ്ടാകും. പലപ്പോഴും 2 വൃക്ഷങ്ങൾ തമ്മിൽ 3-4 അടി വ്യത്യാസം മാത്രമേ പലപ്പോഴും കാണുകയുള്ളൂ. ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എല്ലാം വളരും, പക്ഷെ ഒന്നും ഉത്പാദനം തരാത്ത അല്ലെങ്കിൽ ഒന്നും നന്നായിട്ട് കായ്ക്കാത്ത ഒരു അവസ്ഥ നമ്മുടെ മിക്ക കൃഷിയിടങ്ങളിലും അല്ലെ മിക്ക കുറേയിടങ്ങളിലും നാം ഇന്ന് കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരുവാൻ നിങ്ങൾക്ക് ലഭ്യമായ സ്ഥലത്ത് ആവശ്യത്തിനുള്ള സ്ഥലം ലഭ്യമാണെങ്കിൽ വിവിധ തരത്തിലുള്ള നടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 ഫ്രൂട്ട്സ് നട്ട് അവ നന്നായിട്ട് വളരുന്നു എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരു സ്ഥല ലഭ്യത ഇല്ലാതെ നാം എല്ലാവരെയും കൂടെ ഒന്നിച്ചു ചേർത്ത് വളർത്തുമ്പോൾ പലപ്പോഴും ധാരാളം അസുഖങ്ങളും രോഗകീടങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. അത് നമുക്ക് ഗുണനിലവാരമുള്ള പഴങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടും. പിന്നെ ഇതെല്ലാം വെക്കാമെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ നമുക്ക് പലപ്പോഴും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് സ്പേസിങ് നൽകണം എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ തന്നിരിക്കുന്ന ചാർട്ടില് ഓരോ ഫലവർഗ്ഗങ്ങൾക്കും ആവശ്യമായ സ്പേസിങ് പറഞ്ഞിട്ടുണ്ട്. ഇത് നോർമൽ കൃഷിയിലാണ്, ഹൈ ഡെൻസിറ്റി പ്ലാന്റിങ്ങിലൊന്നും അല്ല, അല്ലെങ്കിൽ സാന്ദ്രീകൃത കൃഷി രീതിയിലൊന്നും അല്ല. നോർമലി സാധാരണ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ മാവിന് സാധാരണ 10 മീറ്റർ സ്പേസിങ് കൊടുക്കണം, പ്ലാവിന് 2 പ്ലാവുകൾ നിന്ന് 10 മീറ്റർ സ്പേസിങ് കൊടുക്കണം, പേരയാണെങ്കിൽ 6 മീറ്റർ കൊടുക്കണം. ഇങ്ങനെ ഓരോ വിളകൾക്കുമുള്ള സ്പേസിംഗ് ആണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിലെ മണ്ണ് നല്ല ഫലഭൂഷ്ടിയാണെങ്കിൽ അല്പം കൂടെ കൂടുതൽ സ്പേസിങ് കൊടുത്താൽ നന്നായിരിക്കും. എന്നാൽ ഫലഭൂഷ്ടി കുറഞ്ഞ സ്ഥലമാണ്, മണ്ണ് അത്രയും ഫലഭൂഷ്ടം അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറഞ്ഞ സ്പേസിങ് നൽകിയാലും കുഴപ്പമുണ്ടാവുകയില്ല. അപ്പം ഓരോ ചെടിക്കും വളർന്ന് വികസിക്കും. വളങ്ങൾ 250-300 ഗ്രാം അടിവളമായി കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ചാണകപ്പൊടി പോലെയുള്ള ഫാം യാർഡ് മാനുവൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ 10 കിലോയെങ്കിലും ഒരു കുഴിക്ക് നൽകുന്ന വളരെ നന്നായിരിക്കും. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മുടെ തൈകളെ നാം ആ കുഴിയിലേക്ക് നടുവാൻ വേണ്ടി. നട്ടു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ആവശ്യത്തിന് മോയ്സ്ചർ, ആവശ്യത്തിന് ഈർപ്പം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കണം. അതുകൊണ്ട് തന്നെയാണ് നാം ഈ ഫലവർഗ്ഗങ്ങളൊക്കെ നടാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് സീസണാണ്. നമ്മുടെ വേനൽമഴ 2-3 വേനൽമഴ കഴിഞ്ഞിട്ട് മണ്ണിൽ ആവശ്യത്തിന് മോയ്സ്ചർ നിലനിൽക്കുന്ന, എന്നാൽ നമ്മുടെ മൺസൂൺ പീരീഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള ആ പീരീഡ് ആണ് നമ്മുടെ നാട്ടിൽ ഫലവർഗ്ഗങ്ങൾ കൃഷി ആരംഭിക്കുവാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങൾ നാം നടുമ്പോൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നിങ്ങളുടെ തൈകൾ നടുന്ന സമയത്ത് അതിന്റെ ഗ്രാഫ്റ്റ് യൂണിയൻ കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്യുന്ന വളരെ നന്നായിരിക്കും. കാരണം ഈ ഗ്രാഫ്റ്റ് യൂണിയനിലേക്ക് തെക്ക് സൈഡിൽ നിന്നുള്ള വെയിൽ ശക്തമായി അടിച്ചാൽ പലപ്പോഴും ഈ ഗ്രാഫ്റ്റ് യൂണിയൻ ഉണങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്ത് നമ്മുടെ ഗ്രാഫ്റ്റ് മണ്ണിൽ കുഴിയിൽ നടുന്നത് വളരെ നന്നായിരിക്കും. എപ്പോഴും നടുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആ റൂട്ട് ബോൾ നിങ്ങളൊരു പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ആണ് ഈ തൈകളെ ലഭിക്കുന്നതെങ്കിൽ ആ ചട്ടിയിൽ നിന്നോ ആ പോളിത്തീൻ കവറിൽ നിന്നോ എടുക്കുന്ന സമയത്ത് അതിന്റെ ആ റൂട്ട് ബോള് ഒരിക്കലും പൊട്ടുന്നില്ല എന്ന് ഉറപ്പാക്കണം. വളരെ പൊട്ടാതെ വളരെ സൂക്ഷിച്ച് നമ്മുടെ കുഴിയിലേക്ക് അതിനെ നടുവാൻ ശ്രദ്ധിക്കണം. നട്ടതിന് ശേഷം മണ്ണ് നല്ലവണ്ണം കോമ്പാക്ട് ചെയ്യണം. ആവശ്യമായ പ്രൊട്ടക്ഷൻ, ചെറിയ ചെടികളായതുകൊണ്ട് തന്നെ അവയ്ക്ക് ശക്തമായ, പലപ്പോഴും ഈ ചെടികളുടെ നഴ്സറികളിൽ ഒരു തണലിലായിരിക്കും ഇതിനെ വളർത്തിയെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ വെയിലിലേക്ക് ഉടനെ എക്സ്പോസ് ചെയ്യാതെ ഒരു ചെറിയ തണല് കൊടുക്കാൻ ശ്രമിക്കുക. ആവശ്യത്തിന് മോയ്സ്ചർ അല്ലെങ്കിൽ വെള്ളം നൽകുക. മറ്റ് വൈൽഡ് അനിമൽസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഇങ്ങനെ നമ്മൾ ഈ ചെടികളെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെ നമുക്ക് ഭംഗിയായിട്ട് നട്ടെടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്പേസിംഗ് ആണ്. ആവശ്യത്തിന് സ്ഥലം നൽകുന്ന ഉപയോഗിക്കുക. ഓരോ വിളയ്ക്കും ശുപാർശ ചെയ്തിരിക്കുന്ന അകലം നൽകുവാൻ ശ്രമിക്കുക. ആവശ്യത്തിന് കുമ്മായം ചേർക്കുക, അടിസ്ഥാന വളങ്ങൾ ചേർത്ത് കൊടുക്കുക, കറക്റ്റായിട്ട് അതിനെ പ്ലാന്റ് ചെയ്യുക, റൂട്ട് ബോൾ പൊട്ടിപ്പോകാതിരിക്കാൻ നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തൈയെ ആ ഒരു മഴക്കാലം കൊണ്ട് നന്നായി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്രൂട്ട് ക്രോപ്പിനെ സംബന്ധിച്ചോളം നട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് വളരട്ടെ എന്ന് നാം ചിന്തിക്കുക എന്നുള്ളതാണ്. അത് നട്ടതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി മറന്നു പോകുക. അത് നട്ടു, ഇനി അടുത്ത സൗകര്യം പോലെ വളരട്ടെ എന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടില് നമ്മുടെ പ്ലാവും മാവും ഒക്കെ വളരെ വലുതായിട്ട് വളരുന്നു. ഒരു കാര്യം, വളർന്നതിന് ശേഷം നാം പലപ്പോഴും പരാതി പറയാറുണ്ട്, ഇത് പറിക്കാൻ ആരെയും കിട്ടാറില്ല, ഇതിന്റെ കായകളങ്ങ് വളരെ ഉയരത്തിലായിപ്പോയി. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ മരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഫലവർഗത്തിന്റെ സൈസിനെ നാം കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതിന് നമുക്ക് കനോപ്പി മാനേജ്മെന്റ് എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഇല കനോപ്പി എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിന്റെ ആ ഇല ചാർത്തിനെയാണ് നമ്മൾ കനോപ്പി എന്ന് പറയുന്നത്. ആ കനോപ്പിയെ അല്ലെങ്കിൽ ആ ഇല ചാർത്തിനെ നമ്മളൊന്ന് അതിന്റെ വളർച്ചയെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളെ സൗകര്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ 1, 2, 3 വർഷങ്ങളാണ് നാം ഇതിനെ ട്രെയിൻ ചെയ്യുന്നത്. അത് ഏത് മരത്തെയും നമ്മുടെ ഏതൊരു ചെടിയെയും അത് ഫ്രൂട്ട് പ്ലാന്റിനെ നട്ടതിന് ശേഷം ആദ്യത്തെ 3 വർഷം ശരിയായ രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അത്തരം മരങ്ങൾ വളരെ പടർന്നു വളരുകയും നമുക്ക് കായ ഉൽപാദനം നല്ല രീതിയിൽ ഉൽപാദനം നൽകുകയും അവയിൽ നിന്ന് നമുക്ക് ഫലം പറിച്ചെടുക്കുന്നതിന് വളരെ ആയാസരഹിതമായിരിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ കനോപ്പി മാനേജ്മെന്റ് അല്ലെ ഇലച്ചാർത്തിന്റെ ക്രമീകരണം കൊണ്ട് നാം നേടിയെടുക്കുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം സൺലൈറ്റിന്റെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഉപയോഗം. കാരണം ഏത് ഫലവർഗവും ഏത് പഴവും അതിന്റെ ഉത്പാദനം ഏറ്റവും നന്നായി ലഭിക്കുന്നത് അതിന് ഏറ്റവും നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുമ്പോഴാണ്. സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒരു കായ്ക്ക് അല്ലെങ്കിൽ ഒരു പഴത്തിന് ഉള്ളതിനേക്കാൾ ഗുണനിലവാരം വെയിലേറ്റ് കിടക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു പഴത്തിനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് സൂര്യപ്രകാശം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുവാൻ വേണ്ടി ഇലച്ചാർത്തുകളെ നാം ക്രമീകരിക്കേണ്ടിയിരിക്കും അല്ലെങ്കിൽ കനോപ്പി മാനേജ്മെന്റ് നടത്തേണ്ടിയിരിക്കും. മറ്റൊന്ന്, നമ്മൾ ഓരോ മരത്തിലും മരം ഇങ്ങനെ തിങ്ങി വളരുന്ന അല്ലെങ്കിൽ യാതൊരു രീതിയിൽ മാനേജ് ചെയ്യാത്ത രീതിയിൽ വളരുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ കീടരോഗങ്ങൾക്ക് വളരുന്നതിനുള്ള നല്ല അനുയോജ്യമായ ഒരു മൈക്രോ ക്ലൈമറ്റ് നിലനിൽക്കാറുണ്ട്. ഈ മൈക്രോ ക്ലൈമറ്റിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി പെസ്റ്റ് ആൻഡ് ഡിസീസ് അല്ലെങ്കിൽ രോഗകീടങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലേക്ക് ഈ മൈക്രോ ക്ലൈമറ്റിനെ മാറ്റുന്നതിന് നമുക്ക് ഈ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യം സഹായിക്കും. അതുകൊണ്ട് മൈക്രോ ക്ലൈമറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ കനോപ്പി മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യമായിരിക്കും. മറ്റ് ഇടവിളകൾ കൃഷി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷൻസ് കൃഷിപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഈ കനോപ്പി മാനേജ്മെന്റ് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സഹായിക്കും. അതായത് ഒരു ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള പഴങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്നതിനുള്ള പഴം പറിച്ചെടുക്കുന്നതിനുള്ള കൂലിച്ചെലവുകളും അല്ലെങ്കിൽ ആ കൃഷിയെ മാനേജ് ചെയ്യുന്നതിനുള്ള കൂലിച്ചെലവുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇങ്ങനെ കനോപ്പി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇലച്ചാർത്തിന്റെ ക്രമീകരണം വിവിധ കാരണങ്ങൾ കൊണ്ട് ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയിൽ അല്ലെങ്കിൽ ഫലവർഗ കൃഷിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആരും തന്നെ അത് പ്രാവർത്തികമാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇത്രയും നാളും നാം ഫലവർഗ്ഗങ്ങളെ ഒരു സീരിയസ് ആയിട്ടുള്ള കൊമേഴ്സ്യൽ ആയിട്ടുള്ള കൃഷിയായി കാണാഞ്ഞത് കൊണ്ട് അതിനൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നാം കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ 1-ാം വർഷം മുതൽ തന്നെ നമ്മുടെ ഫലവർഗ്ഗങ്ങളെ നാം പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമായി പരിശീലിപ്പിച്ച് അതിനെ പ്രത്യേക രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ ഉത്പാദനം തരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം ഒരു നല്ല ട്രീ ഷേപ്പ് ഉണ്ടാക്കാൻ ഇവിടെ നമുക്ക് പല രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ട്രെയിനിങ്ങും പ്രൂണിങ്ങും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യമായ ഒരു സംഗതി ഓരോ ഫലവൃക്ഷത്തിനും അല്ലെങ്കിൽ ഓരോ വിളവർഗത്തിനും വിവിധ തരത്തിലുള്ള ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് ആണ് നാം ചെയ്യുന്നത്. അപ്പൊ ആ വിളവർഗത്തെ പറ്റിയുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അവയെ പറ്റി അറിഞ്ഞിട്ട് വേണം അവയുടെ ട്രെയിനിങ് ആൻഡ് പ്രൂണിങ് ഒക്കെ നാം ചെയ്യേണ്ടതായിട്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മളൊരു വിള എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാവ് എടുത്തു കഴിഞ്ഞാൽ, തഴച്ചു നിൽക്കുന്ന ഒരു മാവ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകൾ പരപ്പിലുള്ള 1 മീറ്റർ ഡെപ്തിൽ നിൽക്കുന്ന ഇലകൾക്കാണ് മാക്സിമം സൂര്യപ്രകാശം ലഭിക്കുന്നത്. അതിന് താഴേക്കുള്ള ഏരിയയിൽ പലപ്പോഴും അതിന്റെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത വളരെയധികം കുറവായിരിക്കും. ഈ സൂര്യപ്രകാശ ലഭ്യത കുറയുന്നതനുസരിച്ച് നോർമലി സൂര്യപ്രകാശ ലഭ്യത 30% കുറയുമ്പോൾ ഉൽപാദനക്ഷമത 80% കണ്ട് കുറയുന്നതായിട്ടാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇലച്ചാർത്തിന്റെ ക്രമീകരണം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം മാക്സിമം സൂര്യപ്രകാശം ചെടിയുടെ എല്ലാ ഭാഗത്തും, അതായത് ഉപരിതലത്തിലും ഉള്ളിലും ഒക്കെ വീഴുന്നു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ കനോപ്പി മാനേജ്മെന്റിന്റെ അത്യാവശ്യം. കാരണം എപ്പോഴും ഒരു ഗ്രോയിങ് സ്ഥലത്താണ് നമുക്ക് ഇതിന്റെ അഗ്രമൂലങ്ങളുള്ളത്. ഈ അഗ്രമൂലങ്ങളിൽ ഉണ്ടാകുന്ന പലതരം ഹോർമോണുകൾ ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഹോർമോണുകളെയൊക്കെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഉത്പാദനം ലഭിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മരത്തെ ട്രെയിൻ ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഓരോ വിളകളുടെയും വളർച്ചാ രീതികൾ വ്യത്യാസമാണ്. ഈ വളർച്ചാ രീതികൾക്കനുസരിച്ച് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ട്രെയിനിങ് സിസ്റ്റംസ് ആണ് നിലനിൽക്കുന്നത്.
ഒന്ന് നമ്മൾ പറയും സെൻട്രൽ ലീഡർ ട്രെയിനിങ് സിസ്റ്റം പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ട് മുകളിലേക്ക് വളരുന്ന ഒരു 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 കമ്പുണ്ടാവും, അല്ലെങ്കിൽ ഒരു തലപ്പുണ്ടാവും. ആ തലപ്പിനെ ട്രെയിൻ ചെയ്യുന്ന സെൻട്രൽ ലീഡർ ട്രെയിനിങ് സിസ്റ്റം ഉണ്ട്. രണ്ട്, ഓപ്പൺ സെന്റർ ട്രെയിനിങ് സിസ്റ്റം. ഓപ്പൺ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മധ്യഭാഗത്തേക്ക്, കാരണം താഴ്ത്തടിയിലേക്ക് വെയിലേൽക്കത്തക്ക രീതിയിൽ അതിനെ ട്രെയിൻ ചെയ്യുക. മറ്റൊന്നാണ് മോഡിഫൈഡ് സെന്റർ. ഇവിടെ ഒരു ഫാൻ പോലെ അല്ലെങ്കിൽ ഒരു വിസറി പോലെ ഇതിനെ ട്രെയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ 3 രീതിയിലുള്ള ട്രെയിനിങ് സിസ്റ്റംസ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഫലവർഗ്ഗങ്ങളിൽ ട്രെയിൻ ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ഒരു സെൻട്രൽ ലീഡർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ദൂരിയാൻ കൃഷി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദൂരിയാൻ്റെ ചെടി നോക്കിയാൽ കാണാൻ സാധിക്കും. അതിന് ശക്തമായിട്ട് മുകളിലേക്ക് വളരുന്ന ഒരു തായ്തടി ഉണ്ടാവും. ശക്തമായിട്ട് നടുക്ക് സെൻട്രൽ ലീഡർ എന്ന് പറയുന്ന ഈ ആരോ ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രൽ കൂടെ ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു തടി ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ലീഡർ എന്ന് പറയുന്നത്. ഇവിടെ ഈ സെൻട്രൽ ലീഡർ ട്രെയിനിങ് സിസ്റ്റത്തിൽ നമ്മൾ ഈ മരത്തിന്റെ ഈ സെൻട്രൽ ലീഡറിനെ ഡിസേർവ് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഇതിന്റെ ഉൾഭാഗത്ത് വളരുന്ന, ആദ്യമേ ചെയ്യുന്നത് താഴെ നിന്ന് ഒരു 75 സെന്റിമീറ്റർ ഉയരത്തിൽ ആദ്യത്തെ ശിഖരം നമ്മൾ പൊട്ടിക്കാൻ അനുവദിക്കും. അതിനുശേഷം അതിന്റെ ചുറ്റുപാട് 4 സ്ഥലങ്ങളിലേക്കും ഈ ശിഖരങ്ങളെ ഇങ്ങനെ വളരാൻ അനുവദിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഉൾഭാഗത്തേക്ക് വളരുന്ന കമ്പുകളെ, പ്രധാനമായിട്ടും വാട്ടർ ഷൂട്ട്സ് എന്നൊക്കെ വിളിക്കുന്ന കമ്പുകളെ നാം മുറിച്ചു മാറ്റിക്കൊണ്ട് ഉൾഭാഗത്തേക്ക് മാക്സിമം വെയിൽ, ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ ചെടിയുടെ എല്ലാ ഭാഗത്തും വെയില് വീഴാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയാണ് ഇവിടെ അനുവദിച്ചേക്കുന്നത്. ഉൾഭാഗത്തു നിന്ന് ക്രിസ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളർന്ന ശാഖകളെയൊക്കെ മുറിച്ചു മാറ്റി വളരെ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്തിരിക്കുന്ന ഒരു ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനാണ് നമ്മൾ സെൻട്രൽ ലീഡർ ട്രെയിനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഞാൻ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഈ സെൻട്രൽ ലീഡർ എന്ന് പറയുന്നത് ഇതാണ്. അതിൽ നിന്ന് ധാരാളം ഇതുപോലെ വാട്ടർ സ്പ്രൗട്ട്സുകളോ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഈ വാട്ടർ സ്പ്രൗട്ടുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. താഴെ നിന്ന് സക്കേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയും. അങ്ങനെ സ്കഫോൾഡ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ പ്രധാന ശാഖകളെ നാം വളർത്തിയെടുക്കുന്നു. വളർത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു പിരമിഡ് ഷേപ്പിലേക്ക് ഒക്കെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ സെൻട്രൽ ലീഡർ ട്രെയിനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രൂൺ ചെയ്യുന്നത് പ്രധാനമായിട്ടും വാട്ടർ സ്പ്രൗട്ട്സ്. വാട്ടർ സ്പ്രൗട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു മരങ്ങളിൽ ചിലപ്പോൾ ഈ ഉൾ ശിഖരങ്ങളിൽ നിന്നൊക്കെ മുകളിലേക്ക് ശക്തമായിട്ട് നേരെ വളരുന്ന ചില ഇളം തഴപ്പുകൾ വരുന്നത് കാണാൻ സാധിക്കും. ഇത്തരം തഴപ്പുകളെ നാം വളരാൻ വിടുകയാണെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ അവ വളരെ വണ്ണമുള്ള കമ്പുകളായിട്ടൊക്കെ മാറും. പക്ഷേ ഈ കമ്പുകളെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, അവ ഒരിക്കലും പൂക്കാറില്ല. അത് വളരെയധികം ഈ ചെടിയിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്ത് വളരും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ തന്നെ ഉള്ളിലേക്കുള്ള എയർ മൂവ്മെന്റ് അത് കട്ട് ചെയ്യും. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് ഇത്തരം വാട്ടർ സ്പ്രൗട്ട്സുകളെ മുറിച്ച് കളയാൻ ശ്രദ്ധിക്കണം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് നിൽക്കുന്ന ശിഖരങ്ങൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ക്രോസ് ചെയ്യുന്ന ശിഖരങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ നമ്മൾ മുറിച്ച് മാറ്റണം. ഏതെങ്കിലും അസുഖങ്ങൾ ബാധിച്ച കമ്പുകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ മുറിച്ച് മാറ്റണം. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ സെൻട്രൽ ലീഡർ ട്രെയിനിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് നമ്മുടെ ദൂരിയാനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുടംപുളിയിൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നാം ഇന്ന് മാംഗോസിൽ പലരും അനുവർത്തിക്കുന്ന ഇങ്ങനെ ട്രെയിനിങ് സിസ്റ്റം ഒന്നും അല്ലെങ്കിലും മാംഗോസിൻ നോർമലി വളരുന്നത് ഈ ഒരു സെൻട്രൽ ലീഡർ ട്രെയിനിങ് സിസ്റ്റത്തിലാണ് വളരുന്നത്. പക്ഷേ മാംഗോസിന് ഏറ്റവും അനുയോജ്യം ഒരു ഓപ്പൺ സെന്റർ സിസ്റ്റമാണ്. ഇത് ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ സെന്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മരത്തിന്റെ മുകളിലേക്ക്, ഇതിപ്പോ ഒരു നമ്മുടെ റംബൂട്ടാൻ മരമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ റംബൂട്ടാൻ മരത്തിനും സാർ നോക്കിയാൽ കാണാൻ സാധിക്കും, ശക്തമായിട്ട് നിങ്ങൾ വിത്തുകളൊക്കെ വിത്ത് വഴിയൊക്കെ വളരുന്ന റംബൂട്ടാൻ മരങ്ങളെ നോക്കിയാൽ കാണാൻ സാധിക്കും, വളരെ ഉയരത്തിലേക്ക് അത് തഴച്ച് വളർന്ന് മുകളിലേക്ക് പോകുന്ന കാണാൻ സാധിക്കും. ആ സെൻട്രൽ സ്റ്റെമ്മിനെ അല്ലെങ്കിൽ നടുക്കുള്ള ആ സെൻട്രൽ സ്റ്റെമ്മിനെ ഒരു സർട്ടൺ ഹൈറ്റ് വെച്ച് മുറിച്ചു മാറ്റിയതിന് ശേഷം 3 or 4 സൈഡ് ശിഖരങ്ങൾ വിവിധ ദിശകളിലേക്ക് വളരാൻ അനുവദിക്കുകയും ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു കൊട പോലെ ഏകദേശം 6 അടി മുതൽ 10 അടി വരെ പൊക്കത്തില് ഒരു കൊട പോലെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിനാണ് നാം സെൻട്രൽ ഓപ്പൺ സെന്റർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ അഗ്രമൂലങ്ങളിൽ കായ്ക്കുന്ന ചെടികളെയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാവ്, അതുപോലെ തന്നെ റംബൂട്ടാൻ, ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ തന്നെ കാണാൻ സാധിക്കും ഒരു ശിഖരം ഉണ്ടായാൽ ആ ശിഖരത്തിന്റെ അഗ്രഭാഗത്താണ് അതിന്റെ കാകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ടെർമിനൽ ബെയറിംഗ് പ്ലാന്റ്സിനാണ് ഏറ്റവും കൂടുതൽ നാം ഓപ്പൺ സെന്റർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. പക്ഷെ നാം ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശാഖകളെ നാം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വൈഡ് ക്രോച്ച് ഉള്ള ശാഖകൾ നാം തിരഞ്ഞെടുക്കേണ്ടി വരും. നിങ്ങളൊരു റംബൂട്ടാനിലോ ഒക്കെ നോക്കി കാണാൻ സാധിക്കും 2 തരത്തിലുള്ള ശിഖരങ്ങളെ കാണാൻ സാധിക്കും. മെയിൻ തായ്തടിയിൽ നിന്നും അല്പം വൈഡ് ആയിട്ടുള്ള ആംഗിളിൽ വളരുന്ന ശിഖരങ്ങളുണ്ട്. അതുപോലെ തായ്തടിയിൽ നിന്നൊരു വൈ ഷേപ്പിൽ വളരുന്ന ശിഖരങ്ങളുണ്ട്.
ഇത്തരം വൈ ഷേപ്പിലുള്ള അല്ലെങ്കിൽ നാരോ ക്രോച്ചുള്ള ശിഖരങ്ങളെ നാം ഒരിക്കലും വളരാൻ അനുവദിക്കരുത്. കാരണം കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ ശിഖരങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതൊക്കെ ആ നാരോ ഷേപ്പുള്ള വൈ ക്രോച്ച് ഉണ്ടാക്കുന്ന ശിഖരങ്ങളാണ്. ഇത്തരം ശിഖരങ്ങളെ വളർത്തിയാൽ ഇതുപോലെയുള്ള ഒരു സംഗതി സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ വൈ ക്രോച്ച് ഒരിക്കലും സ്ട്രോങ് ആയിട്ട് പരസ്പരം അറ്റാച്ച് ചെയ്യത്തില്ല. ഈ നീള ചെടി നന്നായിട്ട് വളർന്ന് കാഫലം വരുന്ന സമയത്ത് ധാരാളം വെയിറ്റ് അതിലുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് രണ്ടായിട്ട് വളർന്നു പോയി ഈ മരം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ശിഖരങ്ങൾ കീറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നാം ഇത്തരം വൈ ക്രോച്ചിനെ ഒഴിവാക്കുകയും വൈഡ് ആംഗിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇതുപോലെയുള്ള വൈഡ് ആയിട്ടുള്ള ആംഗിളുകളുള്ള ശിഖരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനെ നാം പ്രൂണിങ്ങിലൂടെ നമുക്ക് അതിനെ സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടും ആദ്യത്തെ രീതിയിൽ നാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങളുടെ തൈ നട്ടതിന് ശേഷം ഇപ്പോൾ ഒരു മാവിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാമെന്നുള്ള ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നു. നമ്മൾ തൈ നട്ടു, ഒന്നാം മാസം നട്ടതിന് ശേഷം ഒരു 4 മുതൽ 5 മാസം കഴിയുമ്പോഴേക്ക് ഏകദേശം അത് 1 മീറ്റർ പൊക്കത്തിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞിരിക്കും. അങ്ങനെ വളർന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ 1 മീറ്റർ പൊക്കം വെച്ചിട്ട് അതിന്റെ തലപ്പ് നാം മുറിച്ചു മാറ്റിയതിന് ശേഷം 60 സെന്റിമീറ്ററിനും 90 സെന്റിമീറ്ററിനും ഇടയ്ക്ക് 3ഓ 4ഓ ശാഖകളെ വളരാൻ അനുവദിക്കുക. നമുക്കറിയാം, മണ്ട നുള്ളി കഴിയുമ്പോൾ അല്ലെങ്കിൽ മണ്ട മുറിച്ച് കഴിയുമ്പോൾ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും. ഈ ശിഖരങ്ങളിൽ നിന്നും വൈ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ താഴ്ത്തൊടിയോട് ചേർന്ന് വളരുന്ന ശിഖരങ്ങളെ വീണ്ടും മുറിച്ച് കളയുകയും 4 ദിശയിലേക്കും വളരുന്ന ആംഗിൾ കൂടിയ ശിഖരങ്ങളെ വളരാൻ അനുവദിക്കുകയും ചെയ്യും. ഇത് ആദ്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു തായ്തടി നാം പ്രൈമറി ശിഖരങ്ങളെ 4 ഡയറക്ഷനിലേക്ക് വളരാൻ അനുവദിച്ചു. അതിനുശേഷം ഈ പ്രൈമറി ശിഖരങ്ങൾ വീണ്ടും ഏകദേശം 1 മീറ്ററോളം വളർന്നു കഴിയുമ്പോൾ അവയെ വീണ്ടും താഴേക്ക് ഹെഡ് ബാക്ക് ചെയ്യുക, താഴേക്ക് മുറിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ശിഖരങ്ങളെ വളരാൻ അനുവദിക്കുക. ഇതുപോലെ തന്നെ നാം മുറിച്ചു കഴിയുമ്പോൾ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല പുറത്തേക്ക് വളരുന്ന, ഉള്ളിലേക്ക് വളരുന്നവയൊക്കെ മുറിച്ച് കളയണം. പുറത്തേക്ക് വളരുന്ന ശാഖകളെ വളരാൻ അനുവദിക്കുക. അവയെ വീണ്ടും വളർന്നതിന് ശേഷം നാം അവയെ വീണ്ടും ഹെഡ് ബാക്ക് ചെയ്യുക. ഹെഡ് ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, ഇതുപോലെ ഓരോ പ്രാവശ്യം ഹെഡ് ബാക്ക് ചെയ്യുമ്പോൾ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും. ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും പുറത്ത് സൈഡിലേക്ക് മാത്രം, ചെടിയുടെ നടുക്കോട്ടല്ല, വെളിയിലേക്ക് വളരുന്ന ശാഖകളെ മാത്രം വളരാൻ അനുവദിച്ച് ഓരോ ബ്രാഞ്ചിൽ നിന്നും 3ഓ 4ഓ ശിഖരങ്ങൾ വളരാൻ അനുവദിക്കുക. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിന്റെ തായ്തടിയിൽ നിന്ന് ആദ്യം പ്രൈമറി ബ്രാഞ്ചസ് അതിൽ 1ാം നിര ശിഖരങ്ങൾ, 1ാം നിര ശിഖരങ്ങളിൽ നിന്ന് 2ാം നിര ശിഖരങ്ങൾ, 2ാം നിര ശിഖരങ്ങളിൽ നിന്ന് 3ാം നിര ശിഖരങ്ങൾ, പിന്നെ അതിൽ നിന്നും നമ്മുടെ ഫ്രൂട്ടിംഗ് അല്ലെങ്കിൽ കാഫലം തരുന്ന ശിഖരങ്ങൾ. ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ ആയിരിക്കണം നമ്മൾ ഈ മരങ്ങളിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ മരം ഇനി ഒരു കാരണവശാലും വളരെ ഉയരത്തിലേക്ക് വളർന്നു പോവുകയില്ല. ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഏകദേശം 6 മുതൽ 10 അടി ഉയരത്തിൽ വളരെ പടർന്നു വളരുന്ന ഒരു മരമായിട്ട് മാറ്റാൻ സാധിക്കും. ഇതിന് മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, എല്ലാ ശിഖരങ്ങളും വെളിയിലേക്ക് ഫേസ് ചെയ്യുന്നവയാണ്. ഒരു ശിഖരവും ചെടിയുടെ നടുഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ചെടിയുടെ എല്ലാ ഭാഗത്തും ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്. സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. രോഗകീടങ്ങളുടെ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യത്തില്ല. ഇന്ന് ധാരാളം നമ്മൾ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു കൃഷി രീതിയാണ് അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒരു മാവ് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മൾ പ്രൂണിങ്ങിന് മുമ്പ് ഇങ്ങനെ ഓരോ സീസണിലും ഓരോ മരത്തിനും അതിൻ്റെതായ ഒരു താളക്രമമുണ്ട്. ഈ താളക്രമത്തില് ഒരു സമയത്ത് അവ നന്നായിട്ട് തഴച്ച് പുതിയ ഇലകളൊക്കെ വളരും. അത് കഴിയുമ്പോൾ അവ ഒന്ന് റെസ്റ്റ് ചെയ്യും. അതിനുശേഷം അവ പൂക്കും, കായ്ക്കും. ഇങ്ങനെ ഒരു താളക്രമത്തിലാണ് പോകുന്നത്. അപ്പൊ ഈ ചെടികളുടെ ഈ താളക്രമം, വളർച്ചാക്രമം അറിഞ്ഞിട്ട് വേണം നാം ഈ പ്രൂണിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യാൻ. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും, പ്രൂൺ ചെയ്യുന്നതിന് മുമ്പ് ഇത് ധാരാളം ശിഖരങ്ങളുണ്ട്. പക്ഷെ അതിനെ ഒന്ന് ഉള്ളിൽ നിന്ന് വളരുന്ന ക്രിസ് ക്രോസ് ആയിട്ട് വളരുന്ന ശിഖരങ്ങളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ വൃത്തിയാക്കി പ്രൂൺ ചെയ്തെടുക്കുമ്പോൾ ആ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും വെയില് കയറുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ന് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ചെറിയ ശിഖരങ്ങൾ, ചെറിയ ചട്ടികളിൽ ഏറ്റവും ഗുണനിലവാരമുള്ള മാങ്ങ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ജപ്പാൻ എന്ന് പറയുന്ന വളരെ ടെമ്പറേറ്റ് ഒരു രാജ്യമാണ്. ധാരാളം ഐസൊക്കെ വീഴുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അവിടെ മാങ്ങ എന്ന് പറയുന്ന ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ രീതിയിൽ വളരുന്ന മാങ്ങ അവിടെ ഗ്രീൻ ഹൗസുകളിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ ഇതുപോലെയുള്ള ട്രെയിനിങ് ആൻഡ് പ്രൂണിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ കൺട്രോൾ ചെയ്ത് വളർത്തി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം നമ്മുടെ നാട്ടിൽ പ്ലാവ് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് പ്ലാവ് നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, പ്ലാവിൽ ഒരിക്കലും ഇരുമ്പ് തൊടാൻ പാടില്ല. പഴമക്കാർ പറയാറുണ്ട്, ഇരുമ്പ് തൊട്ടാൽ പിന്നെ കായ്ക്കില്ല.
ഇതിനൊക്കെ ഒരു 2-3 കാരണങ്ങളുണ്ട്. അതിന്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നാം പലപ്പോഴും അന്ധമായിട്ട് ഇതിനെ വിശ്വസിക്കുന്നത്. കാരണം പ്ലാവ് എന്ന് പറയുന്ന ചെടിയെ ഒരു വലിയ മരമായതിനു ശേഷം അതിന്റെ ഒരു കമ്പ് നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ ആ മുറിവപ്പാട് ഉണങ്ങുവാൻ വളരെയധികം താമസം നേരിടും. പലപ്പോഴും മറ്റ് കീടരോഗ ബാധ ഉണ്ടാകുവാനും അങ്ങനെ ആ ചെടിയുടെ തടിയിലേക്ക് അത് കേടിറങ്ങാനും അങ്ങനെ മരം നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ പ്ലാവിനെ നോക്കി കാണാൻ സാധിക്കും. പ്ലാവിൻ എന്ന് പറയുന്ന ചെടി അതിന്റെ തടിയിൽ കായ്ക്കുന്ന ഒരു വൃക്ഷമാണ്. അതിന് പറയുന്നത് കോളിഫ്ലോറസ് ഫ്ലവറിംഗ് പാറ്റേൺ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാവ്, ദുരിയാൻ ഇതൊക്കെ തന്നെ തടിയിലാണ് കായ്ക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഒരു പ്ലാവിനെ കൃഷി ചെയ്യുമ്പോൾ അതിന് നമുക്ക് ആ ചക്കകളെല്ലാം ഏറ്റവും കയ്യെത്തുന്ന അകലത്തിൽ ഉയരത്തിൽ കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ കായ്ക്കുന്ന തടിയുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നാം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു പ്ലാവിനെ 1-ാം വർഷം ട്രെയിൻ ചെയ്യുന്ന ഒരു പിക്ചേഴ്സ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നാം ഇത് ചെടി നട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 മാസം ആകുമ്പോഴേക്ക് അത് ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും. ഈ ശിഖരങ്ങളെ താഴെ നിന്നും ഒരു 75 സെന്റിമീറ്റർ പൊക്കത്തിൽ വെച്ചിട്ട് ആ നിൽക്കുന്ന ശിഖരങ്ങളൊക്കെ മുറിച്ചു കളയുക. ഇനി ശിഖരങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ചെടിയെ ഏകദേശം 1 മീറ്റർ പൊക്കത്തിൽ വെച്ച് അതിന്റെ മണ്ട അല്ലെങ്കിൽ മുകളിലേക്ക് വളരുന്ന ആ ഭാഗം നമ്മൾ അതിനെ ക്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് മുറിച്ചു കളഞ്ഞിട്ട് 3-4 ശിഖരങ്ങൾ വിവിധ ദിശയിലേക്ക് പല ദിശയിലേക്ക് വളരുന്ന രീതിയിൽ നിലനിൽക്കാൻ അനുവദിക്കുക. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് വളരെ ക്ലോസ് ആയിട്ട് വളരുന്ന വൈ ഷേപ്പിൽ വളരുന്ന ശിഖരങ്ങളുണ്ടെങ്കിൽ അത്ര ശിഖരങ്ങളെ മുറിച്ചു കളയണം. എന്നിട്ട് വൈഡ് ആയിട്ട് ആംഗിളായിട്ടുള്ള നല്ല അകലം ആംഗിളിൽ കിട്ടുന്ന അല്ലെങ്കിൽ മെയിൻ തടിയിൽ നിന്നും അല്ലെങ്കിൽ പ്രധാനമായിട്ട് മുകളിലേക്ക് വളരുന്ന തായ്തടിയിൽ നിന്നും അകന്നു വളരുന്ന വൈഡ് ആംഗിളിൽ പോകുന്ന ശിഖരങ്ങളെ വളരാൻ അനുവദിക്കുക. ഇങ്ങനെ ഒരു 3-4 ശിഖരങ്ങളെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാവിന്റെ ട്രെയിനിങ്ങിന്റെ 1-ാം ഘട്ടം പൂർണ്ണമാണ്. അതായത് ഇതിനെ നമുക്ക് പ്രൈമറി ബ്രാഞ്ചസിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ വൈക്രോച്ച് അനുവദിച്ചുള്ള പ്രശ്നം ഇതിപ്പം ഇതുപോലെ ചെയ്ത ഒരു മരമാണ്. പക്ഷെ അവിടെ വൈക്രോച്ചിനെ നമ്മൾ അനുവദിച്ചു. അതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലെ കീടരോഗബാധ വളരെ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഈ ജംഗ്ഷൻസ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡിസീസും മറ്റ് രോഗകീടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു വികലമായിട്ടുള്ള കനോപ്പി മാനേജ്മെന്റിൽ പറ്റുന്ന പ്രശ്നങ്ങളാണ്. അപ്പം എന്നാൽ ഈ ഒരു മരം നോക്കിയാൽ കാണാൻ സാധിക്കും. നമുക്കിവിടെ ട്രെയിൻ ചെയ്യുമ്പോൾ തായ്തടി ഇവിടെയുണ്ട്. അതിൽ നിന്നും ആദ്യം ഒരു പ്രൈമറി ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചു. അതിൽ നിന്നും സെക്കൻഡറി ബ്രാഞ്ചസ് വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചു. അതിൽ നിന്നും ടേഴ്സറി ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യാൻ അനുവദിച്ചു. അപ്പൊ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ബ്രാഞ്ചസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ മരത്തിൽ കായ്ക്കുന്ന ചക്കകളുടെ ഭൂരിഭാഗവും നമ്മുടെ ഈ തായ്തടികളിലായിരിക്കും കായ്ക്കുന്നത്. തന്മൂലം നമുക്ക് ഇതുപോലെയുള്ളൊരു മരം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ പ്ലാവിന് അതിനുശേഷം വലിയ പ്രൂണിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഈ മരം അല്ലാതെ തന്നെ ഒരു ഡ്വാർഫ് ട്രീ ആയിട്ടായിരിക്കും വളർന്നു വരുന്നത്. നമുക്ക് ഇതുപോലെ ലഭിക്കുന്ന തൈകളെ പൂർണ്ണമായിട്ടും ചക്കയൊക്കെ തന്നെ ഇത്തരം താഴ്ഭാഗത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഒരു പ്ലാവിന് ഒരു വർഷം ഉണ്ടാക്കാൻ സാധിക്കുന്ന ചക്കയ്ക്ക് എണ്ണത്തിന് ഒരു അളവുണ്ട്. അത് എവിടെ കായ്ക്കുന്നു എന്നുള്ളത് നാം അതിന്റെ തടിയെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നതിനെയൊക്കെ പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ എവിടെ അതിനെ വളരെയധികം ഈ ഒരു ഫാക്ടർ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അതിന്റെ ആ ട്രെയിനിങ് ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. മറ്റൊരു ക്രോപ്പാണ് നമ്മൾ പേര എന്ന് പറയുന്നത്. നമ്മൾ പേരയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. പേര എന്ന് പറയുന്നത് അതാത് വർഷം അല്ലെങ്കിൽ അതാത് സീസണിൽ പുതുതായിട്ടുണ്ടാകുന്ന ശിഖരങ്ങളിൽ കായ്ക്കുന്ന ഒരു മരമാണ്. അപ്പം കാരണം നാം നോക്കി കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം നമ്മൾ സപ്പോട്ട എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മാവ് എടുത്താലോ, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇത് ടെർമിനൽ ബെയറിംഗ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അതായത് ശിഖരങ്ങളുടെ അഗ്രഭാഗത്താണ് ഇവ ഫ്ലവർ ചെയ്യുന്നത്. എന്നാൽ പേര എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഉള്ള വളർച്ച അവിടെ ഉണ്ടാകും. അതിൽ നിന്നും പുതിയ സീസൺ ഈ പ്രാവശ്യം ഉണ്ടാകുന്ന പുതിയ ശിഖരങ്ങളിലാണ് ഇലകളും പൂക്കളും ഒരേപോലെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ വരുന്ന ആദ്യത്തെ ഒരു 3-4 കക്ഷങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ലീഫ് ആക്സിലുകളിലായിരിക്കും പ്രധാനമായിട്ടും ഈ കാകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അതിനെ പ്രൂൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പേരച്ചെടിയെ നമുക്ക് ഏകദേശം 3 അടി പൊക്കത്തിൽ വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന ഒരു ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് സിസ്റ്റമാണ്. 1-ാം വർഷം നമ്മൾ ഇതിനെ പ്രൂൺ ചെയ്തു. ഞാൻ പറഞ്ഞു ഓരോ പ്രാവശ്യം പ്രൂൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ശിഖരങ്ങളിലാണ് കാളിരിക്കുന്നത്. ആ കായ്പ് കഴിഞ്ഞതിന് ശേഷം അതിനെ വീണ്ടും ഹെഡ് ബാക്ക് ചെയ്യും. അങ്ങനെ ഓരോ വർഷം ഇതൊരു പ്രത്യേക സിസ്റ്റം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ഇപ്പം പറയാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും
ഇത് നമുക്ക് വളരെ ഒരു മെഡോ പ്ലാന്റിംഗ് സിസ്റ്റമായിട്ട് ഇതിനെ പേരയെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ നാട്ടിലെ വലിയ പേരമരങ്ങൾക്ക് പകരം നമുക്ക് നമ്മുടെ അരപ്പൊക്കം മാത്രം വലിപ്പമുള്ള നല്ല ഉൽപാദനം തരുന്ന നല്ല ഗുണനിലവാരമുള്ള പേരച്ചെടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊരു മരമാണ് നമ്മൾ കശുമാവ്. കശുമാവിലും നമ്മൾ പലപ്പോഴും ഒരു മോഡിഫൈഡ് ലീഡർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശുമാവിന്റെ തലപ്പ് നാം മുറിച്ചു കളയുന്നില്ല, പക്ഷെ ആ തലപ്പ് പോലെ തന്നെ 2-3 ദിശയിലേക്ക് വളരുന്ന ബ്രാഞ്ചുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു ഓപ്പൺ സെന്റർ സിസ്റ്റമോ മോഡിഫൈഡ് ലീഡർ സിസ്റ്റമോ ഉപയോഗിച്ചുകൊണ്ട് കശുമാവിനെ നമുക്ക് പടർന്നു വളരുന്ന ഒരു ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ആവശ്യമായ ടൂൾസ് നമ്മളിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും നാം ചെടിയുടെ കമ്പ് കോതുക എന്ന് പറഞ്ഞാൽ നാം ഒരു അരുവായി എടുക്കും, അല്ലെങ്കിൽ ഒരു വെട്ടുകത്തി എടുക്കും, അതിനെ തലങ്ങും വിലങ്ങും മുറിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നമുക്ക് കണ്ടിട്ടുള്ളത്. പക്ഷെ പ്രൂണിംഗ് എന്ന് പറയുന്നത് ഒരു സർജറി ചെയ്യുന്നത് പോലെ തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടിയ, ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടിയ ഒരു ഓപ്പറേഷൻ ആണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൂണിംഗ് സോയോ, സിക്കേച്ചറോ ഇതുപോലെയുള്ള ടൂൾസ് വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഓൺലൈൻ മാർക്കറ്റിലൂടെ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ആവശ്യത്തിന് ടൂൾസ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ കാരണം ഒരു കൃത്യമായ പ്രൂണിംഗ് നടത്തുക എന്ന് പറഞ്ഞാൽ തായ്തടിയോട് ചേർത്ത്, അല്ലെങ്കിൽ എവിടെ നിന്ന് മുറിക്കുന്നോ അതിനോട് ചേർത്ത് മുറിച്ച് മാറ്റണം. പലപ്പോഴും നാം കുറച്ച് നീട്ടിയൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിവീസസ് ഡെവലപ്പ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഇവിടെ മറ്റ് രോഗകീടങ്ങളൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൂണിംഗ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, ഒരു വെട്ടരുവായി എടുത്തിട്ട് തലങ്ങും വിലങ്ങും മുറിക്കുക എന്നുള്ളതല്ല പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ ശാസ്ത്രീയമായി ആ ചെടിയെ മനസ്സിലാക്കി, ഓരോ ചെടിയെയും മനസ്സിലാക്കി, അതിന്റെ ഗ്രോത്ത് ഹാബിറ്റിനെ മനസ്സിലാക്കി, അതിനെ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്ത് പർപ്പസിന് വേണ്ടിയാണോ അതിനെ പ്രൂൺ ചെയ്യുന്നത് ആ പർപ്പസ് നേടിയെടുക്കുവാൻ വേണ്ടി നാം ചെയ്യേണ്ട ഒരു ശാസ്ത്രീയമായ ഓപ്പറേഷനാണ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നാം കൃഷി ചെയ്യുന്ന നമ്മുടെ പ്രദേശത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു വിളവർഗമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഒരു 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 കാക്ടസ് ചെടി ഗ്രൂപ്പിൽ പെടുന്ന, അല്ലെങ്കിൽ ഒരു കള്ളിമുള്ള ചെടി ഗ്രൂപ്പിൽ പെടുന്ന ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടും സെൻട്രൽ അമേരിക്ക, മെക്സിക്കോ റീജിയനിലൊക്കെയാണ് ഇതിന്റെ കൃഷി ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. പ്രധാനമായിട്ടും റൂട്ടഡ് കട്ടിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ നിന്ന് ശിഖരങ്ങളെ നാം എടുത്തതിന് ശേഷം ചുവട് ഭാഗം ഇതുപോലെ ചെത്തി കുറിപ്പിച്ചതിന് ശേഷം ഒരു പോട്ടിംഗ് മിക്സർ നിറച്ച ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് അല്ലെങ്കിൽ ബാഗിനകത്തേക്ക് നാം നട്ടുവെക്കുകയും അതിനാവശ്യത്തിന് മോയ്സ്ചർ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3 മാസം കൊണ്ട് വേര് പിടിച്ച് നല്ല രീതിയിലുള്ള നടീൽ വസ്തു നമുക്ക് ലഭ്യമാവും. പക്ഷെ ഇതിന് നമുക്ക് നന്നായി കൃഷി ചെയ്യണമെങ്കിൽ ചില സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ചെറിയ ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ അലൂമിനിയം ബക്കറ്റ് പോലെയുള്ള ചട്ടികളിൽ നമുക്ക് കൃഷി ചെയ്യാം. അല്ലെങ്കിൽ തറയിൽ കൃഷി ചെയ്യാൻ ഇവിടെ സ്റ്റോൺ പില്ലേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ഇരുമ്പ് ഫ്രെയിം വെച്ചിട്ട്. അപ്പോൾ T ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എയർ ഫ്രെയിംസ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ടാക്കാം. വുഡൻ ബോർഡ്സ് ഉപയോഗിച്ച് ചെയ്യാം. ഇതുപോലെ വിവിധ തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ലഭ്യമാണ്. കൊമേഴ്സ്യലി നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും കൃഷി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാക്കേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഷാലോ റൂട്ടഡ് പ്ലാന്റ് ആണ്. ഒത്തിരി ആഴത്തില് വേര് പോകുന്ന ഒരു ചെടിയല്ല. അതുകൊണ്ട് തന്നെ ഉപരിതലത്തിലുള്ള 10 സെന്റിമീറ്റർ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വേര് നിലനിൽക്കുന്നത്. ഇതൊരു കാക്ടസ് വർഗ്ഗത്തിൽപ്പെടുന്ന ചെടിയുമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന് ഡ്രെയിനേജ് നാം ഉറപ്പാക്കണം. നമ്മുടെ നാട്ടിൽ മഴക്കാലം വരുമ്പോൾ ചോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒരിക്കലും അനുവദിക്കരുത്. ഇവിടെ കാണാൻ സാധിക്കുന്ന അല്പം റൈസ് ചെയ്തിട്ടുള്ള ഒരു വാരങ്ങളിലാണ് ഇത് കൃഷി ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ നല്ല ഓർഗാനിക് മൾച്ചസ്, വേനൽക്കാലങ്ങളിൽ നമുക്ക് കരിയിലയൊക്കെ കൂട്ടിയിട്ട് നല്ല ഓർഗാനിക് മൾച്ചസ് കൊടുക്കുന്നത് പലപ്പോഴും ഇതിന്റെ വളർച്ചയെ നന്നായിട്ട് സഹായിക്കും. സമ്മറിലെ വലിയ ശക്തമായ വെയിലുണ്ടാകുകയാണെങ്കിൽ നമ്മൾ കാവലിൻ ക്ലേ ഉപയോഗിച്ചുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിന്റെ ഒരു വെയിലടിച്ചുള്ള പൊള്ളല് ഒഴിവാക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ നമുക്ക് നാട്ടിൽ നന്നായിട്ട് കൃഷി ചെയ്യാം. മനസ്സിലാക്കേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പൂക്കുന്ന ഒരു ചെടിയാണ്. നോർമലി ഫ്ലവർ ചെയ്യുന്നത് നമ്മുടെ പകലിന് ദൈർഘ്യം കൂടുതലുള്ള സമയത്താണ്. ജൂൺ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് പൂക്കുന്നത്. നമുക്ക് ഇവിടെയും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് നടുകയാണെങ്കിൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും. ധാരാളം ശിഖരങ്ങൾ ഉണ്ടായി എല്ലാ ശിഖരങ്ങളും വളരെ അനുവദിച്ചു കഴിഞ്ഞാൽ കായ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ശിഖരങ്ങളെ, ആവശ്യമില്ലാത്ത ശിഖരങ്ങളെ പ്രൂൺ ചെയ്തിട്ട് വിവിധ ദിശയിലേക്ക് 2-3 ശിഖരങ്ങൾ മാത്രം വളരെ അനുവദിക്കുകയും അങ്ങനെ അതിന്റെ എനർജിയെ നമ്മൾ ആ ശിഖരങ്ങളിലേക്ക് ചാനലൈസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും. പലരും ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് ഫ്ലവർ ചെയ്യുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഇന്ന് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം കറക്റ്റായിട്ട് രീതിയിൽ നമ്മൾ അതിനെ പ്രൂൺ ചെയ്യുകയും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യുകയും ആവശ്യത്തിന് വളപ്രയോഗം ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ സാധിക്കും.
ഒരിക്കൽ ഫ്ലവേഴ്സ് ചെയ്ത് ഫ്ലവർ ഉണ്ടായി പൂത്തു കഴിഞ്ഞാൽ ഏകദേശം 45 മുതൽ 50 ദിവസത്തിനുള്ളിൽ അതിന്റെ കാ മച്ചുറാകും. നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന ചില വിളകളെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നാം ചെയ്യാത്ത 1-2 ഓപ്പറേഷൻസ് ആണ് ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യാൻ ശ്രമിച്ചത്. ഒന്ന്, നല്ല ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കളെ നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമാണോ എന്ന് നോക്കി തിരഞ്ഞെടുക്കുക. 2, അവയ്ക്ക് നടുന്നതിന് ആവശ്യമായ സ്ഥലം സ്പേസിങ് മെയിൻറ്റെയിൻ ചെയ്യുക. 3, ശരിയായിട്ടുള്ള കനോപ്പി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇലച്ചാർത്തിന്റെ ക്രമീകരണം കറക്റ്റായിട്ട് നടത്തുക. 4, ആ ചെടികളെ കൃത്യമായി ട്രെയിൻ ചെയ്യുക. ആദ്യത്തെ 3 വർഷം കൃത്യമായ ട്രെയിനിങ് രീതി ഫോളോ ചെയ്യുക. 4, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള വളപ്രയോഗം ചെയ്യുക. ഓരോ വിളകളിലും വ്യത്യാസമാണ്, പക്ഷെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഗുണനിലവാരമുള്ള ഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രധാനമായിട്ടും മറ്റു ധാന്യവിളകളിലോ പച്ചക്കറികളിലോ വ്യത്യസ്തമായിട്ട് പഴങ്ങളെ സംബന്ധിച്ചോളം ഗുണനിലവാരമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പം നല്ല ഗുണനിലവാരമുള്ള ഫലവർഗ്ഗ കൃഷി നിങ്ങൾക്കൊക്കെ സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിൽ കാണിച്ചിരുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഹലോ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു മാഡം.